ഈ ഫോട്ടോയിൽ കാണുന്ന ഞാനും ഇതുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? എത്ര ശതമാനം ഉണ്ട്? ഈ ഫോട്ടോയിൽ കാണുന്ന ഞാനും ഒറിജിനൽ ഞാനുമായിട്ട് എത്ര ശതമാനം ബന്ധമുണ്ട്? നിങ്ങളൊരു അസംഷൻ അനുസരിച്ച്. ഇത് ക്ലോണിംഗ് എന്ന് പറയും. അതായത് നമ്മളെ തന്നെ നമുക്ക് ക്ലോൺ ചെയ്യാൻ പറ്റും. നമ്മുടെ മുഖം നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് ക്ലോൺ ചെയ്ത് നമ്മൾ ഇടുന്ന ഡ്രസ്സ് അനുസരിച്ച് അല്ലെങ്കിൽ നമ്മൾ പറയുന്ന ഇതനുസരിച്ച് ക്ലോണിങ്ങും കാര്യങ്ങളും ചെയ്യാൻ പറ്റും. ഇത് കാണുമ്പോൾ അറിയാം എൻ്റെ അല്ലെന്ന്. എന്നാലും ഏകദേശം എൻ്റെ അടുത്ത് വന്നില്ലേ? എൻ്റെ മുഖമായിട്ട് വന്നോ? 50, 60, 70, 80, 90 എത്ര പെർസെന്റേജ് വന്നിട്ടുണ്ട്? 70. ഓക്കെ, എല്ലാവരും ടൈപ്പ് ചെയ്യാം കേട്ടോ. ഇതാണ് ക്ലോണിങ്. ഇപ്പം ഇനിയുള്ള കാലഘട്ടങ്ങളിൽ നമുക്ക് ക്ലോണിങ്ങും ക്ലാരിക്കലൊക്കെ വരും. അപ്പൊ ശരിക്കും പറഞ്ഞാൽ എന്റെ വോയിസും ക്ലോൺ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ടെക്സ്റ്റ് ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് ഞാൻ പറയുന്നത് പോലെ തന്നെ എന്റെ ലിപ്പ് സിങ്ക് ആകുന്ന രീതിയിലേക്ക് ഈ ക്ലോൺ ചെയ്ത സാധനങ്ങളൊക്കെ വരും. ഭയങ്കര ടെക്നോളജിയും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പൊ നമ്മൾ ഈ ലൈവിന്റെ അകത്ത് പറയണ പോലെ അല്ലെങ്കിൽ ഈ വീഡിയോസും കാര്യങ്ങളൊന്നും റെക്കോർഡ് ചെയ്യേണ്ട കാര്യമില്ല. നമ്മൾ ടെക്സ്റ്റ് ആയിട്ട് അടിച്ചു കൊടുക്കുക. നമ്മുടെ വോയിസ് നമ്മൾ നേരത്തെ പറഞ്ഞ് അവർക്ക് അറിയുകയും ചെയ്യും. ആ ടോണിലൂടെ നമ്മളങ്ങ് ടൈപ്പ് ചെയ്ത് വെച്ചാൽ മാത്രം മതി. ഓട്ടോമാറ്റിക് ആയിട്ട് ലിപ്സിങ്ക് ചെയ്യുന്ന രീതിയിലൊക്കെ ക്ലോണിയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പൊ കാലഘട്ടം മാറുവാണ്. അപ്പൊ നമ്മളും അതനുസരിച്ച് മാറിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ട്രഡീഷണൽ ആയിട്ട് തന്നെ പോകും. ഓക്കെ, നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്ന ട്രഡീഷണൽ ആണ്. അത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് പിന്നീട് നമുക്ക് കാലഘട്ടത്തിനനുസരിച്ച് നിങ്ങൾ മാറാൻ വേണ്ടി നിങ്ങൾ കൂടെ പഠിക്കുക എന്നുള്ള മാത്രമേ ഉള്ളൂ. അപ്പൊ നമുക്ക് ഫ്ലോർ പ്ലാൻ ഡിസൈൻ ചലഞ്ചിന്റെ ഇന്നത്തെ അതൊരു കോഡ് ഓഫ് ഓണർ ഉണ്ടാവും. ആ കോഡ് ഓഫ് ഓണർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും കൃത്യമായിട്ട് മനസ്സിലാക്കുക എങ്ങനെയാണ് നമ്മുടെ കോഡ് ഓഫ് ഓണറിൽ കൂടെ പോകുക എന്നുള്ളത്. കാരണം ഇത് കമ്പൈൻഡ് ആണ്, സിൽവറും ബ്രോൺസും കൂടെ തമ്മിൽ കമ്പൈൻഡ് ആണ്. രണ്ട് രീതിയിലുള്ള അപ്രോച്ചിലായിരിക്കും ചെയ്യുന്നത്. അപ്പം പക്ഷേ ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്തിട്ട് നമുക്ക് എങ്ങനെ സുഗമമായിട്ട് ചെയ്യാം എന്നുള്ളതാണ്. ഓട്ടോമാറ്റിക് ആയിട്ട് ഒരു കോഡ് ഓഫ് ഓണറും കാര്യങ്ങളും ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഭാവിയിലേക്ക് നമുക്ക് പ്രശ്നങ്ങളുണ്ടാവും. അപ്പൊ അതുകൊണ്ടാണ് കോഡ് ഓഫ് ഓണർ ഞാൻ പറയുന്നത്. ഓക്കെ, കൃത്യമായിട്ട് നിങ്ങൾ പങ്ക്ച്വലാകുക. വെച്ചാൽ എപ്പോഴാണ് നമ്മളിപ്പോൾ 9 മണി ആവുന്ന ടൈം എന്ന് പറഞ്ഞാൽ കൃത്യം 9 മണി ആകുമ്പോഴത്തേക്കും തന്നെ കൃത്യമായിട്ട് നിങ്ങൾ ജോയിൻ ചെയ്യാം. ഒരു 5 മിനിറ്റ് മുന്നേ തന്നെ നിങ്ങൾ റെഡി ആയിട്ടിരുന്നിട്ട് കൃത്യമായിട്ട് നിങ്ങൾ ചെയ്യാം. പങ്ക്ച്വൽ എന്ന് ടൈപ്പ് ചെയ്യോ? പങ്ക്ച്വലായിട്ട് കൃത്യമായിട്ട് ടൈമിൽ വന്ന ആൾക്കാർ പങ്ക്ച്വൽ എന്ന് ടൈപ്പ് ചെയ്യോ? കൃത്യം ടൈമിൽ വന്ന ആൾക്കാർ. അങ്ങനെ കൃത്യമായിട്ട് വന്ന ആൾക്കാരെ ഞാൻ എൻ്റെ ഹൃദയത്തിന്റെ ഭാഷയിൽ വെൽക്കം ചെയ്യുകയാണ്. അതുപോലെ തന്നെ നിങ്ങൾ പ്രിപ്പയർ ചെയ്തിട്ട് വരിക. അതായത് നിങ്ങളൊരു നോട്ട്ബുക്ക് അല്ലെ പേന ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ വരച്ചിട്ട് ഇനിയിപ്പോൾ നിങ്ങളിപ്പം ഇന്നിപ്പോൾ കിഴക്ക് ദർശനമാണെന്ന് ഞാൻ നേരത്തെ ഒരാഴ്ചയായിട്ട് ഞാൻ പറയുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ആ സമയം ആകുമ്പോഴത്തേക്കും കിഴക്ക് ദർശനമായിട്ടുള്ള നമ്മുടെ 10 ഡേയ്സ് ക്ലാസിന്റെ വീഡിയോ എടുക്കുക. എന്നിട്ട് നിങ്ങളൊന്ന് കണ്ടു നോക്കുക. എന്നിട്ട് അതിൻ്റെ അകത്ത് എന്തെങ്കിലും സംശയങ്ങളോ അല്ലെങ്കിൽ നിങ്ങൾ വരയ്ക്കുമ്പോഴത്തേക്ക് എന്തെങ്കിലും മിസ്റ്റേക്കുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് നോട്ട് ചെയ്ത് എഴുതി വെക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഈ സമയത്തൊക്കെ നിങ്ങൾക്ക് പറയാൻ പറ്റും. അടുത്ത ആഴ്ച നമ്മൾ വടക്ക് ദർശനമായിരിക്കും, അതിന് അടുത്ത ആഴ്ച നമ്മൾ പടിഞ്ഞാറ് ദർശനമായിരിക്കും, അത് കഴിയുമ്പോൾ തെക്ക് ദർശനം. അങ്ങനെ 4 ആഴ്ച കൊണ്ട് നമ്മൾ ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് 10 ഡേയ്സ് കൊണ്ടുള്ള കോഴ്സ് ഈ ഒരു മാസം കൊണ്ട് നമ്മൾ വീക്കിലി ആയിട്ട് ചെയ്ത് ആ ഒരു സക്സസ്ഫുൾ ആയിട്ട് ആ കംപ്ലീഷൻ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ആവശ്യം. അതിനുവേണ്ടിയാണ് നമ്മൾ ഇങ്ങനെ ഒരു ക്ലാസ് കൂടെ വെക്കുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ജോയിൻ ചെയ്ത സമയത്തോ കാര്യങ്ങളൊന്നും ഇതിനെപ്പറ്റി പറഞ്ഞിട്ടൊന്നുമില്ല. ഞാൻ എന്തുകൊണ്ടാണ് ഇത് വെച്ചതെന്ന് വെച്ചാൽ ടോട്ടലായിട്ട് ഞാൻ നോക്കി കഴിഞ്ഞപ്പോഴത്തേക്കും പല ആളുകളും പാർട്ടിസിപ്പേഷന്റെ റേറ്റ് കുറവാണ്. അപ്പൊ ആ പാർട്ടിസിപ്പേഷന്റെ റേറ്റ് കുറവായതുകൊണ്ട് അപ്പം എന്റെ ഭാഗത്തും കൂടെ ഒരു എക്സ്ട്രാ ക്ലാസ് കൂടെ വെച്ചിട്ടാണെങ്കിലും അതൊന്ന് ആ പാർട്ടിസിപ്പേഷൻ ചെയ്തിട്ട് നിങ്ങൾ വന്ന ആളുകൾക്ക് റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിത് ചെയ്യണത്. അപ്പൊ കൃത്യമായിട്ട് നിങ്ങൾ ആ രീതിയിൽ തന്നെ നിങ്ങൾ ചെയ്യുക. 10 ദിവസം കൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ സമയത്തനുസരിച്ച് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. അതിനകത്ത് സംശയമുള്ള കാര്യങ്ങളൊന്നുമില്ല. ഈ ഒരു മാസം കൂടെ നിങ്ങൾ ഇതേപോലെ ഒരു ആഴ്ചയിൽ ഒരു ദിവസം ക്ലാസ് ഇരുന്നിട്ട് നിങ്ങൾ കൃത്യമായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ജീവിതത്തിലെ ഒരു കാരണവശാലും നിങ്ങൾ പിന്നെ വാസ്തുവിന്റെ പേരിൽ ഫ്ലോർ പ്ലാൻ മാറ്റി വരേണ്ട ഒരു അവസ്ഥ നിങ്ങൾക്ക് ഉണ്ടാവത്തില്ല എന്നുള്ളതാണ് അതിന്റെ. അതുകൊണ്ട് കൃത്യമായിട്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്തിട്ട് വരിക എന്നുള്ളതാണ് രണ്ടാമത്. ഓക്കെ, മൂന്നാമത് പറഞ്ഞാൽ 100% ഫോക്കസ് ആയിട്ട് വരിക. അതായത് ഇപ്പൊ നിങ്ങൾ ഈ ക്ലാസ് കാണാൻ നേരത്ത് ഇപ്പൊ ഇതിന്റെ വീഡിയോ ഓൺ ആക്കി വെച്ചിട്ട് അല്ലെങ്കിൽ ഓഡിയോ മാത്രം കേട്ടിട്ട് ബാക്കി നിങ്ങൾ ഇന്റർനെറ്റ് സർഫ് ചെയ്യോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ നോക്കിക്കൊണ്ടിരിക്കുവോ അതൊക്കെ ചെയ്തുകൊണ്ടിരുന്നിട്ട് എപ്പോഴാണ് ക്ലാസ് എടുക്കുന്നത് അന്നേരം മാത്രം ഞാൻ പഠിക്കാന്നുള്ള രീതിയിൽ നിന്ന് കഴിഞ്ഞാൽ ഒരു കാരണവശാലും നിങ്ങൾക്ക് കിട്ടത്തില്ല. അപ്പൊ നമ്മൾ ചെയ്യുന്ന സമയത്ത് എന്താണെങ്കിലും കൃത്യമായിട്ട് മൾട്ടി ടാസ്കിംഗ് ഒക്കെ ഒഴിവാക്കിയിട്ട് നമ്മൾ 100% ഫോക്കസിലേക്ക് പോകാൻ വേണ്ടി നോക്കുക. അടുത്തതെന്ന് പറഞ്ഞാൽ ഇപ്പൊ നിങ്ങൾ 100% ഫോക്കസ് ആണ്, ഫോക്കസ് ടൈപ്പ് ചെയ്യുക. 100% ഫോക്കസ് ആണെങ്കിൽ ഫോക്കസ് ടൈപ്പ് ചെയ്യുക നിങ്ങളിപ്പം എല്ലാവരും. ഇത് കഴിയുമ്പോൾ എനിക്ക് അറിയാൻ പറ്റും, ചാറ്റ് എടുത്ത് ഞാൻ നോക്കും എത്ര പേരാണ് ഈ കൂട്ടത്തിൽ ഇത്ര നന്നായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന എത്ര ആൾക്കാരാണെന്ന് നോക്കുക. അപ്പൊ അങ്ങനെ ആ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ആൾക്കാരെ ഞാൻ ലിസ്റ്റ് ഉണ്ടാക്കും. ഇതിന് അത് ഞാൻ അവരുടെ ഭാഗത്തുള്ള ക്വസ്റ്റ്യൻസോ കാര്യങ്ങളോ വരുവാണെങ്കിൽ ഞാൻ അവരെയായിരിക്കും സപ്പോർട്ട് ചെയ്യുക. കാരണം നമ്മൾ ലൈവായിട്ട് ക്ലാസ്സും കാര്യങ്ങളും വെച്ചിട്ട് അത് കൃത്യമായിട്ട് ചാറ്റിലൂടെ കാര്യങ്ങളിലൂടെ പറയാത്ത ആൾക്കാരെ പിന്നെ ഡൗട്ടുകളും കാര്യങ്ങളും ഒന്നും ഞാൻ പിന്നെ നമ്മൾ ചോദിക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരായിരിക്കും നമ്മൾ പിന്നീട് നിങ്ങൾ എന്തെങ്കിലും സംശയങ്ങളോ അല്ല എന്തെങ്കിലും ഡൗട്ടുകളോ ചോദിച്ച് എൻ്റെ അടുക്ക് വരുവാണെങ്കിലും ഞാൻ ഈ ഒരു ലിസ്റ്റും കാര്യങ്ങളും നോക്കിയിട്ടായിരിക്കും ഞാൻ ചെയ്യുക. എനിക്ക് ഞാൻ അറിയാലോ എയിലേക്ക് നമ്മൾ ഈ ചാറ്റ് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ പറയും ഇതിനകത്ത് ഏറ്റവും നന്നായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്തേക്കുന്ന ആൾക്കാരാണ്, ഏറ്റവും നന്നായിട്ട് ചാറ്റ് ചെയ്തേക്കുന്ന ആൾക്കാരാണ്, ടൈമിൽ റിപ്ലൈ ചെയ്തേക്കുന്ന ആരാക്കണം. അപ്പൊ നമുക്ക് അത് തന്നെ നമുക്ക് ഷോർട്ട് ചെയ്ത് തരും. പിന്നെ അത് നമുക്ക് എടുത്ത് സോർട്ട് ചെയ്ത് വെച്ചാൽ മതി. ആ രീതിയിലൊക്കെ ചെയ്യാനായിട്ടുള്ള രീതിയുണ്ട് നമുക്കിപ്പോൾ. ഓക്കെ, അടുത്തെന്ന് പറഞ്ഞാൽ ഫോളോ ദ പ്രോസസ് ആണ്. ഫോളോ ദ പ്രോസസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പൊ പല രീതിയിൽ പല ഗുരുനാഥന്മാരെന്ന് പല കാര്യങ്ങളും നിങ്ങൾ പഠിച്ചിട്ടും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും. അതൊക്കെ നിങ്ങൾ ഇരുന്നോട്ടെ.
പക്ഷേ ഈ ഒരു ദിവസം ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ഒരു പ്ലെയിൻ പേപ്പറായിട്ട് നിങ്ങൾ ഇത് ചെയ്യുക. അടുത്ത ഈ ഒരു 10 ഡേയ്സ് ക്ലാസ് ആണെങ്കിൽ ആ 10 ഡേയ്സ് നിങ്ങൾ പ്ലെയിൻ പേപ്പറായിട്ട് ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും മാറ്റി വെച്ചിട്ട് ഞാൻ ഈ പറയുന്ന പ്രോസസ് ഒന്ന് ചെയ്ത് നോക്കുക. അല്ലെങ്കിൽ ഒരു മാസമാണെന്നുണ്ടെങ്കിൽ ഈ ഓരോ ദർശനം നിങ്ങൾ ചെയ്ത് നോക്കുക. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ വിലയിരുത്തുക. നിങ്ങൾക്ക് നിങ്ങളുടെ പ്രോസസ് ആണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത്, അതാണ് നിങ്ങൾക്ക് ഈസി എന്ന് പറയാം, ഡെഫിനറ്റ് ആയിട്ട് നിങ്ങൾ അങ്ങോട്ട് പോകും, ഒരു കുഴപ്പമില്ല. പക്ഷെ ഇവിടുന്ന് കുറച്ചും അവിടുന്ന് കുറച്ചും കൂടെ എടുത്ത് മിക്സ് ചെയ്ത് തരും. അങ്ങനെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നും ആകത്തില്ല. ഒന്നില്ലെങ്കിൽ നിങ്ങൾ ഏതായാലും നിങ്ങൾ വന്നു, നിങ്ങൾ ഇതിന് വേണ്ടിയിട്ട് നിന്നു, ഒന്ന് ഒരു പ്ലെയിൻ പേപ്പറായിട്ട് കൃത്യമായിട്ട് നിങ്ങൾ ഈ പ്രോസസ് ഒന്ന് ചെയ്ത് നോക്കുക. ചെയ്തിട്ട് നിങ്ങൾക്ക് റിസൾട്ട് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പഴയ പ്രോസസ്സിലേക്ക് തന്നെ പോകാം. ഓക്കെ, അപ്പൊ ഫോളോ ദ പ്രോസസ് ആണെങ്കിൽ പ്രോസസ് ടൈപ്പ് ചെയ്യാം, ചാറ്റ് ചെയ്യാം എല്ലാവരും. ഓക്കെ, താങ്ക് യു. അടുത്ത ഞാൻ റെസ്പെക്ട് ചെയ്യുക. ഇപ്പൊ നമ്മളിപ്പം ഒരാളൊരു ഫ്ലോർ പ്ലാൻ വരച്ചു. ഇപ്പൊ ഈ ഫ്ലോർ പ്ലാൻ വരയ്ക്കാൻ നേരത്ത് ബിഗിനർ ആയിട്ട് ആദ്യമായിട്ട് വരയ്ക്കുന്ന ഫ്ലോർ പ്ലാൻ വരയ്ക്കുന്ന ആൾക്കാരുണ്ട്. അത് പേനയും പേപ്പറും വെച്ചിട്ട് വരയ്ക്കുന്ന ആൾക്കാരുണ്ട്. അപ്പൊ ചിലപ്പോൾ നിങ്ങൾ കമ്പ്യൂട്ടറിലും സോഫ്റ്റ്വെയറിലൊക്കെ വരച്ചിട്ട് വർഷങ്ങളായിട്ട് വരയ്ക്കുന്ന ആൾക്കാരും കാര്യങ്ങളൊക്കെ ആയിരിക്കും, ഫർണിച്ചർ ലേഔട്ടൊക്കെ ചെയ്യുന്ന ആൾക്കാരൊക്കെ ആയിരിക്കും. അപ്പൊ നിങ്ങളൊരാൾ പേപ്പറും പേനയും വെച്ച് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾ വില കുറച്ച് കാണുന്ന രീതിയിലേക്കോ അല്ലെങ്കിൽ ഈ എന്നുള്ള രീതിയിൽ കളിയാക്കുന്ന രീതിയിലേക്കോ അങ്ങനെ ഒന്നും പാടില്ല. ഇവിടെ ഒരു മ്യൂച്വൽ റെസ്പെക്റ്റും കാര്യങ്ങളും കൊടുക്കണം. അതുപോലെ തന്നെ നമുക്ക് ഗ്രൂപ്പിന്റെ അകത്താണെങ്കിലും നിങ്ങൾ സംശയമുള്ള കാര്യങ്ങൾ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ അപ്പുറത്തുള്ള ആളുടെ കൂടെ ഒരു ടൈമിനും കാര്യങ്ങളൊക്കെ ഒന്ന് റെസ്പെക്ട് കൊടുത്തിട്ട് വേണം നിങ്ങൾ കാര്യങ്ങളൊക്കെ ചെയ്യണം. റെസ്പെക്ട് നമ്മൾ അങ്ങോട്ട് കൊടുത്താൽ തിരിച്ച് റെസ്പെക്ട് നമുക്ക് കിട്ടും. അതാണ്. അപ്പൊ റെസ്പെക്ട് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടെങ്കിൽ റെസ്പെക്ട് ഒന്ന് ടൈപ്പ് ചെയ്യാം. യെസ്. അടുത്ത ആസ്ക് ആൻഡ് ഷെയർ. അതായത് നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കൊടുക്കുകയും നമുക്ക് അറിയാൻ പാടാത്ത കാര്യങ്ങൾ നമ്മൾ ഓപ്പൺ ആയിട്ട് ചോദിക്കുകയും ചെയ്യണം. ഇത് രണ്ടും വേണം. പക്ഷെ നമുക്ക് സംശയങ്ങളുടെ ആൻസർ മാത്രം കിട്ടിയാൽ മതി, നമുക്ക് നോളജ് അങ്ങോട്ട് ഷെയർ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അത് ഒരു സിസ്റ്റം ആകത്തില്ല. ഇപ്പൊ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഓരോരുത്തരും ഇപ്പൊ 10 പേരുണ്ടെന്ന് വിചാരിച്ചു. 10 പേരിന്റെ അകത്തും എനിക്കറിയാവുന്ന കാര്യങ്ങൾ 10 പേരും അങ്ങോട്ട് ഷെയർ ചെയ്യാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക് ആയിട്ട് ആ ഗ്രൂപ്പിന്റെ എനർജി എന്ന് പറഞ്ഞ ലെവൽ വലുതായിരിക്കും. അപ്പം അങ്ങോട്ട് നമ്മൾ 10 പേരും അതേപോലെ തന്നെ എനർജികൾ ഷെയർ ചെയ്യുമ്പോഴത്തേക്കും അത് നോളജ് ഷെയർ ചെയ്യുമ്പോഴത്തേക്കും ഓട്ടോമാറ്റിക് ആയിട്ട് ബാക്കിയുള്ളവർക്കും കൂടെ അത് കിട്ടും. അപ്പൊ ആ രീതിയിലേക്ക് നിങ്ങൾ സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കുക, അതുപോലെ തന്നെ നോളജുകളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ ഷെയർ ചെയ്യുക കേട്ടോ. ഓക്കെ, അപ്പൊ അതാണ് ആസ്ക് ആൻഡ് ഷെയർ ആണെങ്കിൽ ഷെയർ എന്നും ആസ്ക് ടൈപ്പ് ചെയ്യാം. അടുത്തൊരു പോസിറ്റീവ് മൈൻഡ് സെറ്റിലായിട്ടിരിക്കുക. അതായത് ഇപ്പൊ നിങ്ങൾ പല ജീവിത പ്രശ്നങ്ങളിലൂടെ പല കാര്യങ്ങളിലൂടെ ഒക്കെ ആയിരിക്കും പോവുക. അപ്പൊ അതെല്ലാം മാറ്റി വെച്ചിട്ട് ഇവിടെ വന്നിരിക്കുന്നത് ഭാവിയിലേക്ക് വേണ്ടി. ഇപ്പൊ നിങ്ങളിപ്പോ നിലവിൽ നിങ്ങൾക്ക് 1 വർഷം മുമ്പ് നിങ്ങൾക്ക് എന്തായിരുന്നു, 2 വർഷം മുമ്പ് എന്തായിരുന്നു അറിയാം. ഇപ്പോഴും നിങ്ങൾ അതേ രീതി തന്നെയാണ് നിങ്ങൾ ചെയ്യുന്നത് എങ്കിൽ അടുത്തൊരു വർഷം കഴിയുമ്പോൾ നിങ്ങൾ അത് തന്നെയായിരിക്കും, അല്ലെങ്കിൽ 2 വർഷം കഴിയുമ്പോൾ അത് തന്നെയായിരിക്കും. പക്ഷെ അത് മാറണം. എനിക്ക് അതിൽ നിന്ന് മാറിയിട്ട് എനിക്ക് പുതിയൊരു ലൈഫിലേക്ക് വരണമെന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചിട്ട് ഞാനിത് ചെയ്യാൻ പോകുന്നത് ഇപ്പോഴത്തേക്ക് വേണ്ടിയിട്ടല്ല, 1 വർഷം കഴിഞ്ഞിട്ട് എനിക്ക് റിസൾട്ട് കിട്ടാൻ വേണ്ടിയാണ് എന്നുള്ള ആത്മാർത്ഥമായിട്ട് ആഗ്രഹത്തിൽ വേണം നിങ്ങൾ ചെയ്യാൻ. ഞാൻ എന്തുകൊണ്ടാണ് ഈ ഒരു ചലഞ്ച് തന്നെ ഫേസ്ബുക്കിന്റെ ഗ്രൂപ്പിലേക്ക് ഇട്ടതെന്ന് നിങ്ങൾക്ക് അറിയാമോ? അതിന്റെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഫേസ്ബുക്കിന്റെ VIP ഗ്രൂപ്പ് എന്ന് പറഞ്ഞ് നമ്മൾ ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് അവിടെ തന്നെ ഞാൻ ഇടാൻ കാരണം എന്ന് പറഞ്ഞാൽ 2026 ആകുമ്പോഴത്തേക്കാണ് നമ്മൾ ശരിക്കും ഫോക്കസ് ചെയ്ത് വീട് വെക്കാൻ പോകുന്ന ആൾക്കാരെ നമ്മൾ ഈ ഒരു ഗ്രൂപ്പിലേക്കും കാര്യങ്ങളിലേക്കൊക്കെ ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. അന്നേരത്തേക്ക് വരുമ്പോഴത്തേക്ക് ഒത്തിരി വീട് വെക്കാൻ പോകുന്ന ആൾക്കാർ മൊത്തം നമ്മുടെ ഈ ഫേസ്ബുക്ക് ഗ്രൂപ്പിലേക്കായിരിക്കും അവർ ആദ്യം വരുന്നത്. അന്നേരത്തേക്കും അവർ നോക്കാൻ നേരത്ത് നിങ്ങൾ വരച്ചിട്ടുള്ള ഫ്ലോർ പ്ലാന്, നിങ്ങളുടെ പേര്, നിങ്ങളുടെ ഫോൺ നമ്പർ, നിങ്ങളുടെ സ്ഥലം ഉൾപ്പെടെ കാണുമ്പോഴത്തേക്കും ഓട്ടോമാറ്റിക് ആയിട്ട് അവർക്ക് ഇഷ്ടപ്പെട്ട ഫ്ലോർ പ്ലാൻ ആണെങ്കിൽ നിങ്ങളിലേക്ക് ഡയറക്റ്റ് ആയിട്ട് കോൺടാക്ട് വരാൻ സാധ്യതയുണ്ട്. അപ്പൊ നിങ്ങൾ ചിലപ്പോൾ ഇന്ന് വരയ്ക്കുന്ന ഫ്ലോർ പ്ലാന്റെ എൻക്വയറി ഇടുന്നത് 2026 ഞാൻ പറഞ്ഞ കാര്യം മനസ്സിലാകുന്നുണ്ട്. അപ്പൊ ഇപ്പൊ നിങ്ങൾക്ക് ഇന്ന് നമ്മൾ ഫ്ലോർ പ്ലാൻ വരച്ചു, അയ്യോ ഇന്നിപ്പോ ആകെ ആരെങ്കിലും വിളിച്ചില്ലോ, നാളെ വിളിച്ചില്ലോ, ഒരാഴ്ച വിളിച്ചിട്ടുണ്ട്. ഇപ്പൊ നിങ്ങൾ ഇന്ന് ചെയ്യുന്ന സാധനത്തിന്റെ ഫ്ലോർ പ്ലാനുകളുടെ വിന്നർ ആയിട്ടുള്ള ആളുകൾക്കും അല്ലെങ്കിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ആളുകൾക്കും 2026 ശരിക്കും റിസൾട്ട്. 2026 ശരിക്കും നമ്മുടെ കമ്മ്യൂണിറ്റി വീട് വെക്കാൻ പോകുന്ന ആൾക്കാരെ ഫോക്കസ് ചെയ്ത് കേരളത്തിലെ ഏറ്റവും നല്ല വീട് വെക്കാൻ പോകുന്ന ആളുകൾക്ക് ഏറ്റവും അനുയോജ്യമാകുന്ന രീതിയിലേക്ക് നമ്മൾ മാറാൻ പോകുന്നത്. അതിനു വേണ്ടിയിട്ടുള്ള ബാക്ക് എൻഡ് വർക്കുകളാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ കൃത്യമായിട്ട് പോസിറ്റീവ് മൈൻഡ് സെറ്റിലായിട്ട് നിൽക്കുക. അപ്പൊ പോസിറ്റീവ് മൈൻഡ് സെറ്റ് ആണെങ്കിൽ പോസിറ്റീവ് എന്ന് ടൈപ്പ് ചെയ്യാം എല്ലാവരും. അതുപോലെ തന്നെ ഇംപ്ലിമെന്റ് ഫാസ്റ്റ്. നമ്മളൊരു കാര്യം പറഞ്ഞു, ഇന്ന് ക്ലാസ് പറയുന്നുണ്ട്. ഇന്ന് ക്ലാസ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഡെഡ് ലൈനും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ഈ ഡെഡ് ലൈനും കാര്യങ്ങളൊക്കെ പറയുന്നത് വെള്ളിയാഴ്ചയാണ് ഡെഡ് ലൈൻ എങ്കിൽ ആ വെള്ളിയാഴ്ച വരെ നോക്കി വന്നിട്ട് പ്ലാൻ വരയ്ക്കാൻ നിൽക്കരുത്. നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണെങ്കിൽ നമ്മൾ പെട്ടെന്ന് തന്നെ ചെയ്യാം. അത് നിങ്ങളുടെ ലൈഫിലും അങ്ങനെ തന്നെ ആയിരിക്കണം നിങ്ങൾ ചെയ്യേണ്ടത്. ഒരു കാര്യം നമ്മൾ തീരുമാനിക്കാനായിട്ട് ചിലപ്പോൾ നിങ്ങൾക്ക് 10ഓ 15ഓ പ്രാവശ്യം നിങ്ങൾ ആലോചിച്ചോ, കുഴപ്പമില്ല. പക്ഷെ വൺസ് നിങ്ങൾ ആലോചിച്ച് ഞാൻ ചെയ്യാൻ പോകുന്നത് ഇതാണ് എന്ന് നിങ്ങൾ തീരുമാനിച്ച് കഴിഞ്ഞാൽ അത് ഏത് കാര്യമാണെങ്കിലും ഇംപ്ലിമെന്റ് ഫാസ്റ്റ് ആയിട്ട് ചെയ്യുക. ഇത് പെട്ടെന്ന് തന്നെ ചെയ്ത് തീർത്ത് കംപ്ലീറ്റ് ചെയ്യാൻ നോക്കുക. എനിക്ക് അവിടെ പോയിട്ടൊരു സാധനം മേടിക്കണം എന്നാളാണെങ്കിൽ ആ സാധനം മേടിക്കുക. നിങ്ങൾ എന്താണ് ചെയ്യണമെന്നാണ് നിൽക്കുന്നത്, എന്താണോ നമ്മൾ ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചത്, ഇതാണ് ചെയ്യാൻ ഉദ്ദേശിച്ചെന്ന് പറഞ്ഞാൽ അത് കൃത്യമായിട്ട് നിങ്ങൾ ഇംപ്ലിമെന്റ് ഫാസ്റ്റ് ആയിട്ട്, അത് ഈ ക്ലാസ്സിൽ നിന്നല്ല എല്ലാ ക്ലാസ്സിലും എല്ലാത്തിന്റെ കാര്യങ്ങളും നിങ്ങൾ ചെയ്യുക. അപ്പോൾ ഇംപ്ലിമെന്റ് ഫാസ്റ്റ് ആയിട്ട് ചെയ്യണമെങ്കിൽ ഇംപ്ലിമെന്റ് എന്ന് ടൈപ്പ് ചെയ്യാം. യെസ് എല്ലാവരും. അടുത്ത കമ്മിറ്റ് ടു ഗ്രോത്ത് ആണ്. യുവർ ലേണിംഗ് ഹെൽപ്സ് യു ആൻഡ് യുവർ ക്ലയൻസ്. അതായത് നിങ്ങൾ പഠിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ
നിങ്ങളുടെ നോളജ് കിട്ടുന്നതോടൊപ്പം തന്നെ നിങ്ങളുടെ ക്ലയന്റിനും കൂടെ വേണ്ടിയിട്ടുള്ള കാര്യമാണെന്നുള്ള കാര്യം നിങ്ങൾ ചിന്തിക്കുക. ആ രീതിയിൽ ഇപ്പൊ നിങ്ങളിപ്പോ പഠിച്ച് നിങ്ങളുടെ തെറ്റുകൾ ഉണ്ടെങ്കിൽ ആ തെറ്റുകൾ തിരുത്തണം നിങ്ങൾ ആർക്ക് വേണ്ട, ശരിക്കും തിരുത്തണം ആർക്കാ, നിങ്ങളുടെ ക്ലയന്റിനും കൂടെ വേണ്ടിയിട്ടാ. അപ്പൊ ആ രീതിയിൽ നിങ്ങൾ ചെയ്യുക. റെസ്പെക്ട് സ്പേസ് ചെയ്യുക. അതായത് ഇപ്പൊ നമ്മൾ ഇതൊരു അത് ഞാൻ ബാക്കിയുള്ള വ്യത്യസ്തമായിട്ട് നിങ്ങൾക്ക് വാസ്തുവിന്റെ ഒരു ഫ്ലോർ പ്ലാന്റെ ഒരു വരയ്ക്കാൻ പഠിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏത് കോഴ്സ് വേണമെങ്കിൽ കേരളത്തിൽ നിങ്ങൾ എടുത്തു. ഇപ്പോൾ ഉള്ള കേരളത്തിൽ വാസ്തുപ്രകാരമായിട്ട് വേറെ ആരെങ്കിലും പഠിച്ച ഏതെങ്കിലും കോഴ്സുകൾ ഉണ്ടെങ്കിൽ ആ കോഴ്സുകൾ നിങ്ങൾ കൊടുത്ത ഫീസ് എത്രയാണെന്ന് നിങ്ങൾക്ക് അറിയാം അല്ലെ? അല്ലെ മാർക്കറ്റ് ഫീസ് എത്രയാണെന്ന് അറിയാം. എത്ര നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യാമോ? മാർക്കറ്റ് വാസ്തു പഠിക്കാൻ പോകണമെന്നുണ്ടെങ്കിൽ വാസ്തുപ്രകാരമായിട്ട് ഒരു ഫ്ലോർ പ്ലാൻ നിങ്ങൾ വരയ്ക്കാൻ പഠിക്കണമെന്നുണ്ടെങ്കിൽ എത്ര രൂപയാണ് ഒരു കോഴ്സുകളും കാര്യങ്ങളും ചെയ്യുന്ന ആളുകൾ മേടിക്കുന്നത് നിങ്ങൾക്ക് അറിയാം. ടൈപ്പ് ചെയ്തു. നിങ്ങൾ ഏതെങ്കിലും എൻക്വയറി ചെയ്തിട്ടുള്ള ഫീസുകളും കാര്യങ്ങളും നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യാം, നേരിട്ട് ടൈപ്പ് ചെയ്യാം. ഞാൻ ഇത് പറയുന്നത് ഈ ഒരു നോളജ് എല്ലാവരിലേക്കും എത്തിക്കാൻ വേണ്ടി കൂടെ തന്നെയാണ് ഞാൻ ഈ ഒരു ഫീസിനോടും ഈ ഒരു കാര്യങ്ങളോടും നമ്മൾ ചെയ്യുന്നത്. അപ്പൊ കൃത്യമായിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു സ്പാം ചെയ്യാറില്ല. അതായത് ഒരു ഓഫർ കൊടുക്കുന്നില്ല. ഇപ്പൊ നിങ്ങളിപ്പോ നിങ്ങളുടെ ഫോൺ നമ്പർ കൊടുക്കാം, നിങ്ങളുടെ ഡെസിഗ്നേഷൻ കൊടുക്കാം, നിങ്ങളുടെ സ്ഥലം കൊടുക്കാം എന്നും പറഞ്ഞാണ് ഞാൻ പറയുന്നത്. അപ്പൊ ഇവിടെ നിങ്ങൾ കൃത്യമായിട്ട് ഞാൻ നിങ്ങൾക്ക് ഫേസ്ബുക്ക് ഗ്രൂപ്പും കാര്യങ്ങളും തരുമ്പോഴത്തേക്കും ഇവിടെ ഓഫർ പിച്ച് ചെയ്യുന്ന രീതിയിലേക്കോ അല്ലെങ്കിൽ ഇതിന്റെ അകത്ത് ആളുകളെ എടുക്കുന്ന രീതിയിലേക്കോ ആയിരിക്കരുത്. ഇപ്പൊ നിങ്ങൾ വരേണ്ടത് കൃത്യമായിട്ട് നോളജ് ഷെയർ ചെയ്യുന്ന രീതിയിലായിരിക്കും. നമ്മൾ നോളജ് കൊടുക്കുന്ന രീതിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് നോളജ് കിട്ടും. ആ ഒരു മൈൻഡ് സെറ്റിലൂടെ വേണം നിങ്ങൾ വരാനായിട്ട് കേട്ടോ. ഇവിടെ നിങ്ങൾ ഒരു പ്രൊമോഷൻ വർക്കിലോ അല്ലെങ്കിൽ ഇതിലേക്ക് വരില്ല. അങ്ങനെ ആരെങ്കിലും പ്രൊമോഷൻ വർക്ക് ആണെന്ന് തോന്നുകയോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും സെയിൽസ് പിച്ചോ കാര്യങ്ങളോ ഞാൻ നിങ്ങൾക്ക് അത് ചെയ്തു തരാം, എനിക്ക് ഇത്ര രൂപ വന്നാൽ മതി, ഞാൻ ഇത് ചെയ്തു തരാമെന്ന് പറഞ്ഞ് ആരെങ്കിലും വരുവാണെന്നോ അങ്ങനെ ഏതെങ്കിലും രീതിയിൽ നമ്മുടെ ഗ്രൂപ്പിന്റെ അകത്തുള്ള ആരെങ്കിലും ഒരു ഡിസ്കഷനോ കാര്യങ്ങളോ വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് ആരാണോ ആ പ്രൊമോഷൻ കാര്യങ്ങളും പറയാൻ പോകുന്നത് അവരെ നമ്മൾ ബാൻ ചെയ്യും. പിന്നെ അവർക്ക് നമ്മുടെ കോഴ്സും കാര്യങ്ങളുമായിട്ട് ഒന്നും ഉണ്ടാകത്തില്ല. ഇതാണ് നമ്മുടെ കോഡ് ഓഫ് ഓണർ. ക്ലിയർ? കോഡ് ഓഫ് ഓണർ ക്ലിയർ ആണെങ്കിൽ ക്ലിയർ എന്ന് ടൈപ്പ് ചെയ്തു എല്ലാവരും. കാരണം ഇത് ഒരു ജസ്റ്റ് ഒരു കാര്യം പറഞ്ഞാൽ ഇനി നമ്മൾ ഇനിയുള്ള ലൈഫിലേക്ക് പോകാൻ നേരത്ത് അങ്ങനത്തെ ഒരു ഇതിലേക്ക്, കാരണം ഇത് ഓപ്പൺ ഗ്രൂപ്പായിട്ടാണ് പോകണം. ഫേസ്ബുക്കിന്റെ VIP ഓപ്പൺ ഗ്രൂപ്പാണ്. ആർക്ക് വേണം അങ്ങോട്ടും ഇങ്ങോട്ടും മെസ്സേജ് അയക്കുക. ഇപ്പൊ ഒരാൾക്ക് ഒരു റിക്വയർമെന്റ് വേണമെന്ന് പറഞ്ഞാൽ അന്നേരം അല്ലെങ്കിൽ ഒരു ഇത് വെച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ബാക്കി എല്ലാവരും കാണാൻ പറ്റും. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഈ ഗ്രൂപ്പിന്റെ പേരും പറഞ്ഞാൽ ഇത് പറഞ്ഞിട്ട് നിങ്ങൾക്ക് സെയിൽസ് പിച്ചോ കാര്യങ്ങളോ അങ്ങോട്ടോ ഓഫറോ കാര്യങ്ങളോ കൊടുത്തു കഴിഞ്ഞാൽ ശരിക്കും അത് നമ്മുടെ കോഡ് ഓഫ് ഓണർ വ്യത്യസ്തമാകും. അപ്പൊ അത് ശരിക്കും നമുക്കത് പിന്നീട് നമുക്ക് പ്രശ്നമായിട്ട് വരും. കാരണം നിങ്ങൾ വന്നിട്ട് പറയും ഫ്ലോർ പ്ലാൻ ഡിസൈൻ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്തതിനു ശേഷമാണ് ഇങ്ങനെ ആൾ വന്നിട്ട് അവിടുത്തെ ആളാന്ന് പറഞ്ഞ് വന്നു അല്ലെങ്കിൽ ഇങ്ങനെ വന്നു. അപ്പൊ ആ ടോട്ടലി നമുക്കൊരു സൈഡ് വരും. അപ്പൊ അതുകൊണ്ടാണ് അങ്ങനത്തെ സ്പാമിങ്ങോ അല്ലെങ്കിൽ പ്രൊമോഷനോ കാര്യങ്ങളോ പാടില്ലെന്ന് പറയുന്നത്. നിങ്ങളിലേക്ക് നിങ്ങൾ ഫോൺ നമ്പറും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കൊടുക്കാം. നിങ്ങളെ ഇഷ്ടപ്പെട്ട ആൾക്കാർ നിങ്ങളിലേക്ക് വരാം, അതിന് പ്രശ്നമില്ല. അപ്പൊ നിങ്ങൾ ആ ഒരു ഡെസിഗ്നേഷൻ അല്ലെ ആ ഒരു രീതിയിൽ നിങ്ങൾ ചെയ്യാന്ന് മാത്രം. നിങ്ങൾ അവരെ സെയിൽസ് പിച്ചിനോ കാര്യങ്ങളോ നിങ്ങൾ പോകാൻ പാടില്ല. അവർ നിങ്ങളോട് ചോദിക്കുവാണ് എനിക്ക് ഇത് ചെയ്തു തരണം, എനിക്ക് എത്ര രൂപയാണെന്ന് വെച്ചിട്ട് അമേരിക്കട്ടെ നിങ്ങൾക്ക് പറയാം ഞാൻ ചെയ്ത് തരുന്നതിന് എന്റെ വർക്കിന് ഏതാണ് പേയ്മെന്റ്, എനിക്കിത് ചെയ്യുന്നതിനകത്ത് കുഴപ്പമില്ല. അതിന് പകരമായിട്ട് നിങ്ങൾ അവിടെ പോയിട്ട് ഞാൻ അത് ചെയ്തു തരാം ഇത് ചെയ്യാന്ന് പറഞ്ഞരുത്. അതാണ് ഞാൻ പറഞ്ഞതിന് അർത്ഥം. അപ്പൊ നിങ്ങൾ വർക്ക് എടുക്കരുതെന്നല്ല ഞാൻ പറഞ്ഞത്. നിങ്ങൾക്ക് വർക്ക് എടുക്കാം, നിങ്ങളിലേക്ക് വരുന്ന വർക്കുകൾ നിങ്ങൾക്ക് എടുക്കാം, അല്ല നിങ്ങൾ അങ്ങോട്ട് പോയിട്ട് ഓഫർ പിച്ച് ചെയ്യാൻ പോകരുത്. ഓക്കെ, കോഡ് ഓഫ് ഓണർ എല്ലാവരും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇനിയിപ്പോ നമ്മൾ ചെയ്യാൻ പോകുന്ന വെച്ചാല് നമ്മൾ ഇനിയിപ്പം ഈ ഒരു ഫ്ലോർ പ്ലാൻ ഡിസൈൻ ചലഞ്ചിനെ പറ്റി ആയിരിക്കും നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. അതിന്റെ എങ്ങനെയാണ് അതിന്റെ ഡീറ്റെയിൽ അതിന്റെ കാര്യങ്ങളൊക്കെ ആയിരിക്കും പറയുന്നത്. അതിനുശേഷം കിഴക്ക് ദർശനമായിട്ടുള്ള വീടിന്റെ ഫ്ലോർ പ്ലാൻ ക്രമീകരിക്കുന്ന ബ്രോൺസ് മെമ്പർഷിപ്പുകാർക്ക് എങ്ങനെയാണ് ഫ്ലോർ പ്ലാൻ ട്രഡീഷണൽ ടേബിൾ ഉപയോഗിച്ച് വരയ്ക്കുന്നതിനകത്തോ അല്ലെങ്കിൽ ഇതിനകത്ത് അളവിടുന്നതിനകത്തോ അല്ലെങ്കിൽ ഡിസൈൻ ചെയ്യുന്നതിനകത്തോ എന്തെങ്കിലും ഡിഫിക്കൽറ്റി എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ മൈക്ക് അൺമ്യൂട്ട് ചെയ്ത് നിങ്ങൾക്ക് ചോദിക്കാം, അതിനുള്ള ആൻസർ ആയിരിക്കും. അതിനുശേഷം സിൽവർ മെമ്പർഷിപ്പുകാർക്ക് സംശയങ്ങൾ വരാൻ സാധ്യത കുറവാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി അഥവാ കിഴക്ക് ദർശനമായിട്ടുള്ള ആരെങ്കിലും ചെയ്യാത്ത ആൾക്കാരോ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് കൂടെ ഉള്ള കാര്യങ്ങളോട് നമ്മൾ പറഞ്ഞു തരുന്നതായിരിക്കും. അതിനുശേഷം പിന്നെ നമ്മൾ ചെയ്യാൻ പോകുന്ന വെച്ചാൽ നമുക്ക് ആർക്കെങ്കിലും ലോഗിൻ ഇഷ്യൂ അല്ലെങ്കിൽ വീഡിയോസ് കാണാത്തോ അങ്ങനത്തെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അതുകൂടെ തീരുന്ന ടൈമിലായിരിക്കും നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ? ഞാൻ ഇത്രയും പറഞ്ഞെല്ലാം ക്ലിയർ ആയോ? യെസ്. അപ്പൊ നമ്മുടെ ടൈമിങ്ങും കാര്യങ്ങളും നമുക്ക് പറയാം. എങ്ങനെയാണ് ടൈമിങ്ങും അങ്ങനെയാണ് ഇതിന്റെ കാര്യങ്ങളും നോക്കാം. ഓക്കെ, അപ്പൊ നമ്മുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് നിങ്ങൾക്ക് നമ്മുടെ ഷെഡ്യൂളും കാര്യങ്ങളും നിങ്ങൾ നോക്കിയാൽ അറിയാം. കമ്മ്യൂണിറ്റിയുടെ ക്ലാസ്സുകളെല്ലാം നമുക്ക് ക്ലാസ്സുകൾ വരുന്നത് രാത്രി 9 മണിക്കായിരിക്കും. എല്ലാ ക്ലാസ്സുകളും 9 മണിക്കായിരിക്കും. ഫ്രീ ആയിട്ടുള്ള ക്ലാസ്സുകൾ വന്നാൽ 8:30 അപ്പൊ ചിലപ്പോൾ ഞാൻ ഇതിലത് വേറെ ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ വരും. അപ്പോഴത്തേക്കും നിങ്ങൾക്ക് അതിനകത്ത് ഈ കമ്മ്യൂണിറ്റിയുടെ ക്ലാസ് ആണോ ഫ്രീ ക്ലാസ് ആണോ എന്ന് അറിയാനായിട്ട് ഒറ്റ കാര്യം നോക്കിയാൽ മതി. 8:30 എന്നുള്ള ടൈം കൊടുക്കുവാണെങ്കിൽ അത് ഫ്രീ ക്ലാസ് ആയിരിക്കും. 9 മണിയുടെ ടൈം ആയിരിക്കും കൊടുക്കുകയാണെങ്കിൽ അത് നമ്മുടെ കമ്മ്യൂണിറ്റി ക്ലാസ് ആയിരിക്കും. അത് സിൽവറോ ബ്രോൺസോ ഏതാണെങ്കിലും അങ്ങനെ ആയിരിക്കും വരുന്നത്. പിന്നെ ലൈവ് ക്ലാസ്സുകൾ വരാൻ നേരത്ത് കമ്മ്യൂണിറ്റിക്കകത്ത് മിക്കവാറും ഒരു 1.5 മണിക്കൂറായിരിക്കും. 9 തൊട്ട് 10 വരെ ആയിരിക്കും നമ്മുടെ ടൈം പറയുന്നത്. ഇനി എങ്ങാനും ഒത്തിരി അത്യാവശ്യ കാര്യങ്ങളുണ്ടെങ്കിൽ മാത്രമേ 10 എന്നുള്ള ടൈമിൽ നിന്ന് നമ്മൾ പോകത്തുള്ളൂ. അത് ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആൻസറോ കാര്യങ്ങളൊക്കെ വരുവാണെങ്കിൽ മാത്രമേ നമ്മൾ പോകത്തുള്ളൂ. ഗ്രൂപ്പ് ക്ലാസ്സും കാര്യങ്ങളൊക്കെ നമ്മൾ 10 ആകുമ്പോഴത്തേക്കുള്ളിൽ നമ്മൾ സ്റ്റോപ്പ് ചെയ്തിരിക്കും. കാരണം നമുക്ക് വിദേശത്തു നിന്ന് ആൾക്കാരൊക്കെ പഠിക്കാനുണ്ട്. നമ്മൾ ആദ്യത്തെ ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ 12 മണി വരെയൊക്കെ പോയിട്ടുണ്ടായിരുന്നു കമ്മ്യൂണിറ്റിക്കകത്ത്. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ഷെഡ്യൂളിലേക്കും കാര്യങ്ങളൊക്കെ വരുന്നത്. ഫ്രീ ക്ലാസ് ആണെങ്കിൽ 10 വരെ ആയിരിക്കും നമ്മൾ ഉദ്ദേശിക്കുന്നത് 2 മണിക്കൂർ. കാരണം അതിനകത്ത് ഒരു 1/2 മണിക്കൂർ ഫസ്റ്റിലത്തെ ഇൻട്രൊഡക്ഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതാണ് നമ്മുടെ ടൈമിങ് കാര്യങ്ങളൊക്കെ വരുന്നത്. ഓക്കെ, അതിനുശേഷം നിങ്ങൾക്ക് ഫ്ലോർ പ്ലാനുകൾ നിങ്ങൾക്ക് ഫീഡിൽ നിങ്ങൾക്ക് സബ്മിറ്റ് ചെയ്യാം.
അതുപോലെ തന്നെ ഫ്രീഡം എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നതാണ്. ആ കമ്മ്യൂണിറ്റിയിൽ നിങ്ങൾക്ക് സബ്മിറ്റ് ചെയ്യാം. നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് സബ്മിറ്റ് ചെയ്യാം. അതിനകത്ത് ഇന്ന ടൈമെന്നോ അങ്ങനെ കാര്യങ്ങളൊന്നുമില്ല. VIP ഫേസ്ബുക്ക് ഗ്രൂപ്പ് നിങ്ങൾ ചെയ്യാൻ നേരത്ത് വെള്ളിയാഴ്ച, ഇനിയിപ്പോ ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിന്റെ ഫ്ലോർ പ്ലാൻ ടാസ്ക് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുന്നത് അടുത്ത വെള്ളിയാഴ്ച 22-ാം തീയതി രാവിലെ 10 തൊട്ട് 8 മണി വരെയുള്ള ടൈം ഉണ്ട്. ആ ടൈമിനകത്ത് എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് സബ്മിറ്റ് ചെയ്യാം. ആ സബ്മിറ്റ് ചെയ്യാൻ നേരത്ത് ഈ 10 തൊട്ട് 8 മണി വരെ നിങ്ങൾ സബ്മിറ്റ് ചെയ്യുമ്പോൾ ഞാൻ അപ്രൂവൽ ചെയ്യത്തില്ല. 10 തൊട്ട് 8 മണിക്ക് ശേഷം എല്ലാവരും കംപ്ലീറ്റ് ചെയ്തതിനു ശേഷമായിരിക്കും ഞാൻ അപ്രൂവൽ ചെയ്യുന്നത്. കാരണം നമ്മൾ ടെൻഡർ കൊടുക്കുമ്പോൾ എങ്ങനെയാണ്, ടെൻഡർ കൊടുക്കാൻ നേരത്ത് ഒരാൾ 2 പേര് 3 പേരുണ്ടെങ്കിൽ ആദ്യമേ ഒരാൾ ടെൻഡർ കൊടുത്ത് ഞാൻ ടെൻഡർ ആരാന്നുള്ളത് നമ്മൾ റേറ്റ് പറയുകയല്ലേ. അതേ പ്രോസസ് തന്നെയാണ് ഇവിടെ നിങ്ങൾ ചെയ്യാൻ നേരത്ത്. ഇവിടെ നമ്മളൊരു ചെറിയൊരു ഹെൽത്തി കോമ്പറ്റീഷൻ ആയിട്ടാണ് നമ്മൾ ചെയ്യണം. അപ്പം ഏറ്റവും നന്നായിട്ട് വരയ്ക്കുന്ന ആൾക്ക് പ്രൈസ് ഉണ്ടാവും. അവരെ നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നമ്മൾ ഇന്റർവ്യൂ ചെയ്യുന്നുണ്ടാവും. അവരുടെ ഫോൺ നമ്പറും കാര്യങ്ങളും കൊടുക്കുന്നുണ്ടാവും. അവരുടെ ഫോട്ടോ വെച്ചിട്ട് നമ്മൾ ബാക്കിയുള്ള എടുത്ത് വിന്നറാന്ന് പറയുന്നുണ്ടാവും. അപ്പൊ ആ രീതിയിൽ നമ്മുടെ ഭാഗത്ത് നിന്ന് നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനും കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കുന്നുണ്ടാവും. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും ഒരു കോഡ് ഓഫ് ഓണറിൽ പോകുന്ന നേരത്ത് നിങ്ങൾ 10 തൊട്ട് 8 മണി വരെയുള്ള ടൈമിന്റെ അകത്ത് നിങ്ങൾക്ക് സബ്മിറ്റ് ചെയ്യാം. സബ്മിറ്റ് ചെയ്യുമ്പോഴത്തേക്കും അഡ്മിനിലെ ലെവലായിരിക്കും അത് വരുന്നത്. അതിനുശേഷം 8 മണിക്ക് ശേഷമായിരിക്കും ഞാൻ അപ്രൂവൽ ചെയ്യുന്നു. അപ്പൊ ആ രീതിയിലാകുമ്പോൾ ഒറ്റയടിക്ക് നമുക്ക് അപ്രൂവൽ, ആ ക്ലോസ് കഴിഞ്ഞതിന് ശേഷം അപ്രൂവൽ ചെയ്യുകയും പിന്നെ വേറൊരാളുടെ ഫ്ലോർ പ്ലാൻ കണ്ടിട്ട് മാറ്റി വരയ്ക്കാനോ അതിനേക്കാളും നല്ല വരയ്ക്കാനോ അല്ലെങ്കിൽ അയ്യോ എന്റെ ഫ്ലോർ പ്ലാൻ ഇതിനേക്കാളും മോശമായല്ലോ അപ്പൊ ഞാൻ സബ്മിറ്റ് ചെയ്യേണ്ടെന്ന് വിചാരിക്കുകയോ അങ്ങനത്തെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും വേണ്ട. നിങ്ങളുടെ നോളജ് അനുസരിച്ച് നിങ്ങൾക്ക് ഫ്ലോർ പ്ലാനുകൾ വരയ്ക്കാം, സബ്മിറ്റ് ചെയ്യാം. വാസ്തുപ്രകാരം ആയിരിക്കണം എന്നുള്ള മാത്രമേ ഉള്ളൂ. ക്ലിയർ? ഇതാണ് നിങ്ങളുടെ ടൈമിങ് കാര്യങ്ങളൊക്കെ വരുന്നത്. ഇതാണ് അടുത്ത ക്ലാസ്സിന്റെ. അടുത്ത ക്ലാസ് ഇതേപോലെ തന്നെ ഓരോ ടൈം ആകുമ്പോൾ നമ്മൾ പറയാം. അതുപോലെ തന്നെ ഈ 28-ാം തീയതി ഓഗസ്റ്റ് 12 മണി വരെയുള്ള ടൈമിന്റെ അകത്തായിരിക്കും നമുക്ക് അതിനുശേഷം നമ്മൾ വെള്ളിയാഴ്ച നിങ്ങൾ സബ്മിറ്റ് ചെയ്യുമ്പോൾ ശനിയാഴ്ച ഞാനത് അപ്രൂവ് ചെയ്യും. ശനിയാഴ്ച തൊട്ട് വ്യാഴാഴ്ച വരെയുള്ള ടൈമിന്റെ അകത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫ്ലോർ പ്ലാനുകളെ നിങ്ങൾക്ക് റേറ്റിംഗ് ചെയ്യാം, നമുക്ക് പോൾ ചെയ്യാം. ആ പോളിങ്ങിലൂടെ ആയിരിക്കും നമ്മൾ ഫസ്റ്റ് ഏറ്റവും നന്നായിട്ട് ഫ്ലോർ പ്ലാൻ വരച്ചാരാണെന്ന് നിങ്ങൾ നമ്മൾ എടുക്കുന്നത്. അപ്പൊ അത് കൊടുക്കാൻ നേരത്ത് ഈ വ്യാഴാഴ്ച വരെയുള്ള ടൈം, അത് നിങ്ങൾക്ക് നിങ്ങൾ സബ്മിറ്റ് ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് തന്നെ നോക്കാൻ പറ്റും ആർക്കാണ് ഏറ്റവും നന്നായിട്ട് വോട്ടും കാര്യങ്ങളൊക്കെ കിട്ടിയേക്കുന്നത്. അത് ഓപ്പൺ ആയിരിക്കും, പബ്ലിക് ആയിരിക്കും, പ്രൈവറ്റ് ആയിരിക്കത്തില്ല. അത് നമ്മുടെ ഗ്രൂപ്പിനകത്തുള്ള ആളുകൾക്ക് എല്ലാവർക്കും സബ്മിറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കും ചെയ്യുന്നത്. അപ്പൊ ആ രീതിയിൽ അത് ഏറ്റവും നന്നായിട്ട് കിട്ടുന്ന ആളുടെ വരെ 12-ാം തീയതി വ്യാഴാഴ്ച വരെ 12 മണി വരെയുള്ള ടൈമിനകത്ത് ആർക്കാണെന്ന് കിട്ടുന്നുള്ളത് വെച്ചിട്ടായിരിക്കും നമ്മൾ അടുത്ത ദിവസം, അതായത് വെള്ളിയാഴ്ച നമ്മൾ അതിനകത്ത് വിന്നർ ആരാണെന്ന് നമ്മൾ പബ്ലിക് ആയിട്ട് പറയുന്നത്. അടുത്ത വെള്ളിയാഴ്ച ആകുമ്പോഴത്തേക്കും നമ്മൾ ഇതേപോലെ അടുത്ത ക്ലാസ്സും കാര്യങ്ങളും വരുന്ന രീതിയിലായിരിക്കും. അങ്ങനെ വിന്നറായിട്ട് വരുന്ന ആളുകളുടെ ഫോട്ടോ വെച്ചിട്ടുള്ള രീതിയിലേക്കുള്ള കാര്യങ്ങൾ നമ്മൾ 29-ാം തീയതി വെള്ളിയാഴ്ച നമ്മൾ പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ അടുത്ത ചലഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർത്ത് ഫേസിംഗ് ആണ് വരുന്നത്. നോർത്ത് ഫേസിംഗ് വരുന്നത് 22-ാം തീയതി ഓഗസ്റ്റ് 9-ാം തീയതി. ഇതാണ് എന്റെ കാലണ്ടർ ഷെഡ്യൂൾ. അതായത് നമ്മൾ ഇന്നിപ്പോ ക്ലാസ് 15-ാം തീയതിയാണ്. 15-ാം തീയതി കഴിഞ്ഞ ശേഷം 22-ാം തീയതി വരെ ഒരാഴ്ച സമയമുണ്ട്. ആ ഒരാഴ്ചക്കുള്ളിൽ നിങ്ങൾ കിഴക്ക് ദർശനമായിട്ടുള്ള വീടിന്റെ ഫ്ലോർ പ്ലാനുകൾ നിങ്ങൾ സബ്മിറ്റ് ചെയ്താൽ മതി. അത് രാവിലെ 8-10 തൊട്ട് വൈകിട്ട് 8 മണി വരെയുള്ള ഏതെങ്കിലും സമയത്ത് നിങ്ങൾക്ക് ഫേസ്ബുക്ക് VIP ഗ്രൂപ്പിൽ നിങ്ങൾക്ക് പബ്ലിഷ് ചെയ്യാൻ പറ്റും. ആ പിറ്റേ ദിവസമായിരിക്കും ഞാൻ അത് ഓപ്പൺ ആക്കിയിടുന്നത്. അതിനുശേഷം നിങ്ങൾക്ക് ബാക്കിയുള്ളവരുടെ ഫ്ലോർ പ്ലാൻ നിങ്ങൾക്ക് കാണാനും പഠിക്കാനും പറ്റും. അവിടെ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫ്ലോർ പ്ലാൻ നിങ്ങൾക്ക് അതിൻ്റെ അകത്ത് നിങ്ങൾക്ക് റേറ്റിംഗ് കൊടുക്കാം. ആ റേറ്റിംഗ് കൊടുക്കുന്ന ആളുടെ ഫ്ലോർ പ്ലാനുകളായിരിക്കും നമ്മൾ അവസാനം നമ്മൾ വിന്നറായിട്ട് വരുന്നത്. അതാണ് 29-ാം തീയതി വരുന്നത്. അടുത്ത 22-ാം തീയതി നമുക്ക് രാത്രി 9 മണിക്ക് നമ്മൾ ഇതേ കിഴക്ക് ദർശനം പഠിച്ച പോലെ വടക്ക് ദർശനമായിട്ടുള്ള ഫ്ലോർ പ്ലാൻ നമ്മൾ പിടിക്കും. അത് കഴിയുമ്പോഴത്തേക്കും ഓണത്തിന്റെ സമയത്ത് നമുക്ക് അവധിയായിരിക്കും. അത് കഴിയുമ്പോഴത്തേക്കും ഇതേപോലെ തന്നെ നമ്മൾ 4 ആഴ്ച കൊണ്ട് നമ്മൾ 4 ദർശനം നമ്മൾ കംപ്ലീറ്റ് ചെയ്യും. ക്ലിയർ ആയോ? ഇത് വേണമെങ്കിൽ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാം, ഈ ഒരു ടൈമിങ് കാര്യങ്ങളും എങ്ങനെയാണെന്നുള്ളത്. ക്ലിയർ ആയോ? ഇത് ക്ലിയർ ആയി ക്ലിയർ എന്ന് ടൈപ്പ് ചെയ്യാം. ഇത് ഇന്ന് കിഴക്ക്, അടുത്ത ആഴ്ച വടക്ക്, അത് കഴിയുമ്പോഴത്തേക്കും പടിഞ്ഞാറ്, അത് കഴിയുമ്പോൾ തെക്ക്. അങ്ങനെ 4 ദർശനം നമ്മൾ 4 ആഴ്ച. ചിലപ്പം ഓണത്തിന്റെ ടൈം ആകുമ്പോഴത്തേക്കും നമുക്കത് പബ്ലിക് ചെയ്തായതുകൊണ്ട് നമ്മൾ ആ ഒരാഴ്ച ക്ലാസ് ഉണ്ടാകത്തില്ല. ഓക്കെ, ക്ലിയർ ക്ലിയർ. അടുത്ത നമ്മുടെ ചലഞ്ചിലേക്ക് പോകാം. ചലഞ്ച് എന്ന് പറയുമ്പോൾ നമുക്ക് കിഴക്ക് ദർശനമായിട്ടുള്ള ചലഞ്ചാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. കിഴക്ക് ദർശനമായ വീടിന് നമ്മൾ കൊടുക്കേണ്ട യോനിസംഖ്യ ഏതാ? എല്ലാവർക്കും ടൈപ്പ് ചെയ്യാം. കിഴക്ക് ദർശനമായ ഒരു വീടിന്റെ ഔട്ടർ അളവ് കൊടുക്കേണ്ട യോനിസംഖ്യ ഏതാണ് കൊടുക്കേണ്ടത്? ഏതാ യോനിസംഖ്യ കൊടുക്കേണ്ടത്? എല്ലാവർക്കും ടൈപ്പ് ചെയ്യാം. കിഴക്ക് ദർശനമായ വീട്. കിഴക്ക് ദർശനമായ വീടിന് പറയുന്ന പേര് പടിഞ്ഞാറ്റിനി ഗ്രഹം എന്നാണ് പറയുന്നത് കേട്ടോ. പടിഞ്ഞാറ്റിനി ഗ്രഹം. അപ്പൊ പടിഞ്ഞാറ്റിനി ഗ്രഹത്തിന് നമ്മൾ കൊടുക്കേണ്ട യോനിസംഖ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 5 എന്ന യോനിസംഖ്യ വേണം അളവ് കൊടുക്കാനായിട്ട്. ഇപ്പൊ നമുക്ക് 5 കൊടുക്കാൻ പറ്റാത്തൊരവസ്ഥയാന്ന് വെച്ചാൽ 1 കൊടുക്കുക. 1 കൊടുക്കാൻ പറ്റാത്തൊരവസ്ഥയാണെങ്കിൽ 3 കൊടുക്കുക. 3 കൊടുക്കാൻ പറ്റാത്ത ഒരവസ്ഥയാണെങ്കിൽ 7 കൊടുക്കുക. ക്ലിയർ ആയോ? അപ്പൊ 1, 3, 5, 7 എന്ന് പറഞ്ഞാൽ ഏത് അളവ് കൊടുക്കാന്നുള്ളതല്ല എന്റെ അർത്ഥം. നമുക്ക് എടുക്കേണ്ടത് നമ്മൾ 5 എന്നുള്ള യോനിസംഖ്യയിലുള്ള അളവിന് കൊടുക്കുക. 5 ഒരു കാരണവശാലും നമുക്ക് അവിടെ കൊടുക്കാൻ പറ്റാത്തൊരവസ്ഥയാണെങ്കിൽ നിങ്ങൾ 1ലേക്ക് കൊടുക്കുക. 1 അവിടെ ഒരു കാരണവശാലും കൊടുക്കാൻ പറ്റാത്തൊരവസ്ഥയാണെങ്കിൽ 3ലേക്ക് കൊടുക്കുക. 3 ഒരു കാരണവശാലും കൊടുക്കാൻ പറ്റാത്ത അവസ്ഥയാണെങ്കിൽ 7ലേക്ക് കൊടുക്കുക. ക്ലിയർ ആയോ? ഇതാണ് ആ പ്രയോറിറ്റിയുടെ ആ ഒരു ഓർഡർ. ഓക്കെ ഓക്കെ. അത് കഴിയുമ്പോൾ നമ്മുടെ സ്ക്വയർ ഫീറ്റ്. ഇപ്പൊ നമ്മൾ സിൽവറിനകത്ത് നമ്മൾ 1 ബെഡ്റൂം, 2 ബെഡ്റൂം, 3 ബെഡ്റൂം, 2 നില വീട്, കോട്ടയാട്, ക്ലൈന്റ് റിക്വയർമെന്റ് അങ്ങനെയാണ്. പക്ഷെ ഇതിന്റെ അകത്ത് നമ്മൾ ചെയ്യാൻ നേരത്ത് ഈ ചലഞ്ചിന്റെ അകത്ത്
നിങ്ങൾക്ക് ഇഷ്ടമുള്ള എത്ര റൂം, 1 ബെഡ്റൂമോ 2 ബെഡ്റൂമോ 3 ബെഡ്റൂമോ എന്ത് വേണമെങ്കിലും ചെയ്യാം. നിങ്ങൾക്ക് എത്ര സ്ക്വയർ ഫീറ്റ് വേണമെങ്കിലും ചെയ്യാം. ഇവിടെ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, നിങ്ങളൊരു ഫ്ലോർ പ്ലാൻ ക്രമീകരിക്കാൻ നേരത്ത് നിങ്ങൾ ചെയ്യേണ്ടത്, ഇത് കിഴക്ക് ദർശനമായിട്ടുള്ള വീടിന്റെ ഫ്ലോർ പ്ലാൻ ആയിരിക്കണം, വാസ്തുപ്രകാരമായിട്ട് കൃത്യമായിട്ടിരിക്കണം. ഈ ഒരു ഫ്ലോർ പ്ലാൻ നിങ്ങൾ വരച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ, ഈ ഒരു ഫ്ലോർ പ്ലാന്റെ കണ്ടു കഴിഞ്ഞാൽ ഏതെങ്കിലും വീട് വെക്കാൻ പോകുന്ന ആളാണെങ്കിൽ, നിങ്ങൾ ബിൽഡറോ ഇന്റീരിയർ ചെയ്യുന്ന ആളോ വാസ്തു വികാരം ചെയ്യുന്നോ അങ്ങനെ പ്രൊഫഷണൽ ആയിട്ടുള്ള ആളാണെങ്കിൽ, നിങ്ങൾ ചിന്തിക്കേണ്ടത് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞത്. ഈ ഒരു ഫ്ലോർ പ്ലാൻ കണ്ടു കഴിഞ്ഞാൽ വീട് വെക്കാൻ പോകുന്ന ആളുകൾ നിങ്ങളിലേക്ക് വരണം, എന്നിലേക്ക് വരണം. അപ്പൊ ഞാനാണ് വരയ്ക്കാൻ പോണെങ്കിൽ ഈ ഒരു ഫ്ലോർ പ്ലാൻ കണ്ടു കഴിഞ്ഞാൽ ആളുകൾ എന്നിലേക്ക്, വർക്കിലേക്ക് വരണം. ആ രീതിയിൽ അവരെ അട്രാക്ട് ചെയ്യുന്ന രീതിയിൽ ഏറ്റവും കൃത്യമായിട്ടുള്ള രീതിയിൽ വേണം ഞാൻ വരയ്ക്കാൻ. ഇന്ന് ഞാൻ വരച്ചു കഴിഞ്ഞാൽ ഇതൊരു വൺ ടൈം എഫക്ട്, ഒരു വീക്കിൽ നിങ്ങൾ ചെയ്യുന്ന ഒരു ഫ്ലോർ പ്ലാൻ ആണെങ്കിലും ലൈഫ് ലോങ് ആയിട്ട് ഈ ഫേസ്ബുക്ക് ഗ്രൂപ്പിന്റെ അകത്ത് ഈ സാധനം കിടക്കും. അപ്പൊ ഇത് കഴിഞ്ഞ് എത്ര വർഷം കഴിഞ്ഞിട്ടാണെങ്കിലും ഈ ആൾക്കാർ ജോയിൻ ചെയ്താലും അന്നേരം അവർ സെർച്ച് ചെയ്യാൻ നേരത്തെ ചിലപ്പോൾ കിഴക്ക് ദർശനം എന്ന് പറഞ്ഞ് നിങ്ങൾ സെർച്ച് ചെയ്യാൻ നേരത്തെ നിങ്ങളുടെ ഫ്ലോർ പ്ലാനുകളായിരിക്കും ആ ഗ്രൂപ്പിനകത്ത് വരുന്നത്. അപ്പൊ അതിന്റെ അകത്ത് അവർക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ അവർ നിങ്ങളിലേക്ക് വരും. അപ്പൊ അങ്ങനെ ആരെങ്കിലും ഒരാളെങ്കിലും നിങ്ങൾക്ക് വർക്ക് തന്നാൽ പോലും നിങ്ങൾക്ക് അത് ബെനിഫിറ്റാണ്. മനസ്സിലായോ? അപ്പൊ ആളുകൾ നിങ്ങളിലേക്ക് വരണമെന്നുള്ള ആഗ്രഹത്തോടുകൂടി ആ ആളുകളിൽ നിങ്ങളിൽ ഈ ഫ്ലോർ പ്ലാൻ കണ്ടു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് നിങ്ങളെ അവർ ചൂസ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന രീതിയിൽ ആ രീതിയിലുള്ള ഫ്ലോർ പ്ലാൻ വേണം നിങ്ങൾക്ക് ക്രമീകരിക്കാൻ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ 1 ബെഡ്റൂം വേണമെന്നോ 2 ബെഡ്റൂം വേണമെന്നോ 3 ബെഡ്റൂം വേണമെന്നോ 2 നില വീട് വേണമെന്നോ അല്ലെങ്കിൽ എങ്ങനെ വേണമെന്നോ ഒരു നിർബന്ധമില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വാസ്തുപ്രകാരമായിട്ടുള്ള ഫ്ലോർ പ്ലാൻ, ആ ഒരു ഫ്ലോർ പ്ലാൻ കണ്ടു കഴിഞ്ഞാൽ ക്ലയന്റ് നിങ്ങളിലേക്ക് വരണം. നിങ്ങളുടെ ഫോൺ നമ്പർ എടുത്തിട്ട് എനിക്ക് ഇപ്പൊ ആ ഫ്ലോർ പ്ലാൻ എനിക്ക് ഇഷ്ടപ്പെട്ടു, ഇതേപോലെ ഒരു ഫ്ലോർ പ്ലാൻ ആണ് ഞാൻ മനസ്സിൽ ആഗ്രഹിക്കുന്നത്, എനിക്കിത് ചെയ്തു തരാൻ പറ്റുമോ, ആ രീതിയിലേക്ക് ക്ലയന്റ് വരണം. ഞാൻ പറഞ്ഞ ക്ലിയർ ആയോ? ക്ലിയർ ആയോ? നിങ്ങളുടെ എങ്ങനെയാണ് നിങ്ങളുടെ മൈൻഡ് സെറ്റ് എന്താണെന്ന് ക്ലിയർ ആയോ? മൈൻഡ് സെറ്റ് ക്ലിയർ ആയോ? മൈൻഡ് സെറ്റ് ക്ലിയർ ആണ് മൈൻഡ് ക്ലിയർ എന്ന് ടൈപ്പ് ചെയ്യാം. നിങ്ങൾ ചിന്തിക്കേണ്ടത് ഇങ്ങനെ വേണം ചിന്തിക്കാനുണ്ട്. ഒരു ഫ്ലോർ പ്ലാൻ ക്രമീകരിക്കാൻ നേരത്ത് പഠനം എന്നുള്ളതായിരുന്നു നമ്മൾ നേരത്തെ ചെയ്തുകൊണ്ടിരുന്നത്. അത് പഠനം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി അടുത്തത് നിങ്ങൾ ചിന്തിക്കേണ്ടത് പഠനം മാറിയിട്ട് നിങ്ങളിലേക്ക്, നിങ്ങളെന്നുള്ള ബ്രാൻഡ് അല്ല നിങ്ങളിലേക്ക് പ്രൊഫഷനിലേക്ക് നിങ്ങൾ വരണം. ആ പ്രൊഫഷനിലേക്ക് നിങ്ങൾ വരണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചിന്തിക്കേണ്ടത് ഈ രീതിയിൽ വേണം നിങ്ങൾ ചിന്തിക്കാൻ. അങ്ങനെ ചിന്തിക്കുമ്പോൾ മാത്രമേ നിങ്ങളിലേക്ക് എത്താൻ പറ്റത്തുള്ളൂ. ഓക്കെ, അത് നമ്മൾ ചെയ്യാൻ നേരത്ത് വാസ്തുവിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടോ എന്ന് നോക്കും. വാസ്തുവിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങളുടെ പ്ലാൻ അവിടെ അപ്രൂവൽ ആവത്തുള്ളൂ. അപ്പം നിങ്ങൾ ചെയ്യാൻ നേരത്ത് നിർബന്ധമായിട്ടും വാസ്തുവിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ നോക്കിയിരിക്കണം. അപ്പൊ വാസ്തുവിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കാൻ നേരം എന്താ പറയുക, യോനിസംഖ്യയുടെ കാര്യം ഞാൻ പറഞ്ഞു. 5 അല്ലെങ്കിൽ 1 അല്ലെങ്കിൽ 3 അല്ലെങ്കിൽ 7. ഓക്കെ, ക്വസ്റ്റ്യൻസും കാര്യങ്ങളും ഉണ്ടെങ്കിൽ ഇത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് അവസാനം ചോദിക്കാം കേട്ടോ. ക്വസ്റ്റ്യൻസും കാര്യങ്ങളുണ്ടെങ്കിൽ ഇതിന് അവസാനം നമുക്ക് ചോദിക്കാം. അപ്പം ഔട്ടർ ഡയമെൻഷൻ അല്ലെങ്കിൽ ഭിത്തി പറഞ്ഞിട്ടുള്ളതാണ് ക്രമീകരിക്കുന്നത്. അത് 5 എന്നുള്ള ഒരു സംഖ്യ എടുക്കുക, 5 എടുക്കാൻ പറ്റത്തില്ലെങ്കിൽ 1 എടുക്കുക, 1 എടുക്കാൻ പറ്റത്തില്ലെങ്കിൽ 3 എടുക്കുക, 3 എടുക്കാൻ പറ്റത്തില്ലെങ്കിൽ 7 എടുക്കുക. ഇതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാല് ഇപ്പൊ 62 കോൽ 8 അങ്കുലം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതിന്റെ യോനിസംഖ്യ എത്രയാ അറിയാവുന്നവർ ടൈപ്പ് ചെയ്തു. 62 കോൽ 8 അങ്കുലത്തിന്റെ യോനിസംഖ്യ എത്രയാ? 62 കോൽ 8 അങ്കുലത്തിന്റെ യോനിസംഖ്യ എത്രയാ? 3. ഓക്കെ, 63 കോല എന്ന് പറയുന്നതിന്റെ യോനിസംഖ്യ എത്രയാ? 5. ഇത് നോക്കി കഴിഞ്ഞാൽ ഈ 62 കോൽ 8 അങ്കുലം എന്ന് പറഞ്ഞ ഉത്തമത്തിലുള്ള അളവും 63 കോൽ എന്ന് പറഞ്ഞാൽ മധ്യമത്തിലുള്ള അളവുമാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ കിഴക്ക് ദർശനമായ വീടിന് നിങ്ങൾ 62 കോൽ 8 അങ്കുലം കൊടുക്കുവോ 63 കോൽ കൊടുക്കുവോ? ഏത് കൊടുക്കും? 62 കോൽ 8 അങ്കുലം എന്ന് പറഞ്ഞാൽ ഉത്തമത്തിലുള്ള അളവാണ്, ആയാധിക്യം കൂട്ടിയിട്ടുള്ള ഏറ്റവും നല്ല അളവാണ്. 63 കോൽ എന്ന് പറഞ്ഞാൽ മധ്യമത്തിൽ ആയാധിക്യം കൂട്ടിയിട്ടുള്ള അളവാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ കിഴക്ക് ദർശനമായ വീടാണെങ്കിൽ നിങ്ങൾ ഉത്തമത്തിലുള്ള അളവ് കൊടുക്കുവോ മധ്യമത്തിലുള്ള അളവ് കൊടുക്കുവോ? ഏത് കൊടുക്കും? 62 കോൽ 8 അങ്കുലം കൊടുക്കുവോ 63 കോൽ കൊടുക്കുവോ? ഏത് കൊടുക്കും? ടൈപ്പ് ചെയ്യാം, എല്ലാവർക്കും ടൈപ്പ് ചെയ്യാം. ഇവിടെ നമ്മൾ ആ ഒരു നിങ്ങളുടെ ചെയ്യാൻ പോകുന്ന ഒരു മിസ്റ്റേക്ക് അല്ലെങ്കിൽ ആ ഒരു ഇതാണ് നമ്മൾ ക്ലാരിഫൈ ചെയ്യാൻ പോണത്. എല്ലാവരും ടൈപ്പ് ചെയ്യാം. ഒന്ന് 62 കോൽ 8 അങ്കുലം എന്ന് പറയുന്നത് ഉത്തമത്തിലുള്ള 3 എന്ന യോനിസംഖ്യയിലുള്ള അളവ്, മറ്റേത് 63 കോൽ എന്ന് പറയുന്നത് മധ്യമത്തിലുള്ള ആയാധിക്യം കൂട്ടിയിട്ടുള്ള അളവാണ് 5 എന്നുള്ള യോനിസംഖ്യയിലുള്ള അളവ്. അങ്ങനെയാണെങ്കിൽ കിഴക്ക് ദർശനമായിട്ടുള്ള വീടാണ് നിങ്ങൾ കൊടുക്കണമെങ്കിൽ നിങ്ങൾ ഏത് അളവ് കൊടുക്കും എന്നാണ് ചോദിച്ചത്. ഉത്തമത്തിലുള്ള അളവിനാണെങ്കിൽ നിങ്ങൾ പ്രാധാന്യം കൊടുക്കണേ, അതേ മധ്യമത്തിലുള്ള അളവിനായിരിക്കും കൊടുക്കണേ, അത് യോനിസംഖ്യക്കുള്ള അളവിനായിരിക്കും കൊടുക്കുന്നത്, ഏതായിരിക്കും കൊടുക്കുന്നത്? 62 കോൽ 8 അങ്കുലമാണോ 63 കോലാണോ എന്ന് അറിയാൽ മതി ഈ കേസ് വന്നു കഴിഞ്ഞാൽ. കാരണം ഏകദേശം ചെറിയ വ്യത്യാസമല്ലേ, 24 സെന്റിമീറ്റർ വ്യത്യാസമല്ലേ ഉള്ളൂ. അപ്പൊ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഏത് ടൈപ്പ് ഏത് കൊടുക്കുന്നത് വെച്ചാൽ 62 കോൽ 8 അങ്കുലം 62 കോൽ 8 അങ്കുലം 63 62 കോൽ 8 അങ്കുലം. ഇവിടെ നിങ്ങൾ കൊടുക്കേണ്ടത് ഞാൻ ആദ്യം പറഞ്ഞതാ, യോനിസംഖ്യയാണ് പ്രാണൻ. ഓക്കെ, അപ്പൊ പ്രാണൻ യോനിസംഖ്യ ആയതുകൊണ്ട് യോനിക്കാണ് പ്രാധാന്യം. അപ്പൊ 5 എന്ന യോനിസംഖ്യയിലുള്ള അളവ് അത് ഉത്തമത്തിലുള്ള അളവാണെങ്കിൽ എടുക്കാം, അതെടുക്കാൻ പറ്റത്തില്ലെങ്കിൽ മധ്യമത്തിൽ ആയാധിക്യം കൂട്ടിയിട്ടുള്ള അളവാണെങ്കിൽ നമുക്ക് എടുക്കാം. ക്ലിയർ ആയോ? ഇതെടുക്കാൻ പറ്റത്തില്ല എങ്കിൽ മാത്രമേ അടുത്ത യോനിസംഖ്യയിലേക്ക് നമുക്ക് പോകാവുള്ളൂ എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ അതും കൂടെ കഴിഞ്ഞ ശേഷം മാത്രമേ 3ലേക്ക് വരത്തുള്ളൂ. അപ്പൊ 3 ഉത്തമത്തിലുള്ള അളവാണ് എന്ന് പറഞ്ഞാൽ ഉടനെ നമ്മൾ 62 കോൽ 8 അങ്കുലത്തിലേക്ക് നമ്മൾ പോകരുത്. അതാണ് ഞാൻ പറഞ്ഞ അർത്ഥം. യോനിയാണ് പ്രാണൻ, അപ്പൊ യോനിക്ക് വേണം നിങ്ങൾ പ്രാധാന്യം കൊടുക്കാനായിട്ട്. ക്ലിയർ ആയോ? ക്ലിയർ ആയോ എല്ലാവർക്കും? അപ്പൊ 62 കോൽ 8 അങ്കുലമാണോ 63 കോലാണോ? 63 കോൽ വേണം കൊടുക്കണം. അത് മധ്യമത്തിലുള്ള ആയാധികം കൂട്ടിയുള്ളതാണെങ്കിൽ പോലും അവിടെ യോനിസംഖ്യക്കാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്. പക്ഷെ വടക്ക് ദർശനമായിരുന്നെങ്കിൽ നമ്മളിത് മാറിയാനെ. ഓക്കെ,
അപ്പൊ നമ്മൾ യോനിക്ക് ഓരോ ദർശനം തരാം. അപ്പൊ അതാണ് ഞാൻ ഈ എഴുതിയേക്കുന്നതിന്റെ അർത്ഥം, ഈ പ്രയോറിറ്റി എന്ന് പറഞ്ഞ ഉദ്ദേശിക്കുന്ന അർത്ഥം. ഓക്കെ, അപ്പൊ നിങ്ങൾ ആ വീടിന്റെ ഔട്ടർ അളവ് കൃത്യമായിട്ട്, ഭിത്തിപ്പുറം കൃത്യമായിട്ട് അളവ് കൃത്യമായിട്ട് നിങ്ങൾ ചെയ്യുക. ഓക്കെ, അത് ഈ പറഞ്ഞ പോലെ ചെയ്യുക. അത് കഴിഞ്ഞ ശേഷം റൂമിന്റെ പൊസിഷൻസ് കൃത്യമായിട്ട് നിങ്ങൾ ചെയ്യുക. അത് ചെയ്യാൻ നേരത്ത് മധ്യസൂത്രം, ഗൃഹമധ്യസൂത്രം എന്ന് പറഞ്ഞാൽ അറിയാലോ. അപ്പൊ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ കിഴക്ക് ദർശനമായ ഒരു വീടാണെങ്കിൽ, ഈ ഒരു കിഴക്ക് ദർശനമാണെങ്കിൽ കിഴക്ക്, തെക്ക്, പടിഞ്ഞാറ്, വടക്കാണെങ്കിൽ ഇതാണ് ഗൃഹമധ്യസൂത്രം എന്ന് പറഞ്ഞ സെൻട്രൽ ലൈൻ. അതായത് ഈ ഒരു ലെങ്തിന്റെ, അതായത് ഏറ്റവും വലിയ ഏറ്റിന്റെ ഒരേ തറയോടുകൂടി ഒരേ വാർക്കോടുകൂടി ചെയ്യുന്ന ഈ ഒരു ഭിത്തിയുടെ സെന്റർ ഭാഗത്ത് ഇവിടെ ഒരു ജനൽ വെച്ച് കഴിഞ്ഞാൽ ആ ജനലിൽ നിന്ന് വായു കയറി ഇറങ്ങി ഈ ജനലിൽ കൂടെ പോകണം. അല്ലെങ്കിൽ ഇവിടെ ഒരു ഡോറ് വെച്ച് കഴിഞ്ഞാൽ ആ ഡോറിൽ കൂടെ കയറി ഇറങ്ങി പോകണം. ക്ലിയർ ആയോ? ക്ലിയർ ആയോ? സോറി, ക്ലിയർ ആയോ? അതാണ് ഗൃഹമധ്യസൂത്രം. അത് കൃത്യമായിട്ട് നിങ്ങൾ മാർക്ക് ചെയ്യുകയും അവിടെ ജനലുകളോ വാതിലുകളോ നേർക്കുനേർ കൊടുക്കുകയോ വേണം. രണ്ടാമത് അടുക്കള. അടുക്കള എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ കിഴക്കേ വിങ്ങിലോ അല്ലെങ്കിൽ വടക്കേ വിങ്ങിലോ വേണം നിങ്ങൾ കൊടുക്കാനായിട്ട്. ഓക്കെ, ബെഡ്റൂം എന്ന് പറഞ്ഞാൽ നേരെ ഓപ്പോസിറ്റ് തെക്കേ വിങ്ങിലോ പടിഞ്ഞാറേ വിങ്ങിലോ വേണം. ഇത് നമ്മുടെ ക്ലാസ്സിനകത്ത്, നമ്മൾ റെക്കോർഡർ ക്ലാസ്സിനകത്ത് നമ്മൾ പറയുന്നുണ്ട്. അത് നിങ്ങളൊന്ന് കണ്ടു നോക്കുക എങ്ങനെയാണ് ഈ അടുക്കളയും ബെഡ്റൂമും ടോയ്ലറ്റും. ടോയ്ലറ്റ് എന്ന് പറഞ്ഞാൽ ഈ സെൻട്രൽ ലൈനകത്ത് ഒരു കാരണവശാലും വെക്കാൻ പാടില്ല. അതുപോലെ തന്നെ നമ്മൾ പുതിയതായിട്ട് ചെയ്യാൻ നേരത്ത് ഈ ഗൃഹമധ്യസൂത്രം പോകുന്ന സെൻട്രൽ ലൈനും 4 കോർണർ ഒഴിവാക്കുക. ഇല്ലെന്നുണ്ടെങ്കിൽ തെക്ക് പടിഞ്ഞാറും വടക്കിഴക്കും ഒഴിവാക്കിയാൽ മതി. പുതിയതായിട്ട് നിങ്ങൾ ചെയ്യാൻ നേരത്ത് ഈ 4 കോർണറുകൾ ഒഴിവാക്കണം നല്ലതാണ്. ഓക്കെ, 4 കോർണറും സെന്റർ ഒഴിവാക്കിയിട്ട് ചെയ്യുക. അതും കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ മാത്രം ഈ ക്രോസിലേക്ക് നോക്കിയാൽ മതി. ഇപ്പൊ ഏകശാല ആയതുകൊണ്ട് ഇത് നോക്കിയില്ലെങ്കിലും കുഴപ്പമില്ല. ഈ 4 കോർണറും സെന്റർ മാത്രം നിങ്ങൾ നോക്കി ചെയ്യുക. നമ്മൾ ചതുർശാല, ത്രിശാല, ദിശാല ഒക്കെ വരുമ്പോഴത്തേക്ക് നമുക്ക് ഇതേക്കുള്ളത് നോക്കിയാൽ മതി. ക്ലിയർ ആയോ? ഇത് ഇത്രയും ക്ലിയർ ആയോ? റൂമിന്റെ പൊസിഷൻ ഓക്കെ നോക്കിയിട്ട് വേണം നിങ്ങൾ ചെയ്യേണ്ടത്. അപ്പൊ ഇത് നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ ഡിസൈൻ ചെയ്യുന്ന നേരത്ത് ഈ കാര്യം നോക്കണം. അടുത്ത മുറികളുടെ ഉള്ളളവ് എടുക്കാൻ നേരത്ത് നമുക്ക് അടുക്കളയുടെ അളവ് നിർബന്ധമായിട്ട് നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ ചെയ്യുക. ബെഡ്റൂമിന്റെ അളവ് കൃത്യമായിട്ട് ചെയ്യുക. ലിവിംഗ് റൂമിന്റെ അളവ് കൃത്യമായിട്ട് ചെയ്യുക. ഡൈനിങ്ങിന്റെ അളവ് കൃത്യമായിട്ട് ചെയ്യുക. പ്രയർ റൂമിന്റെ അളവ് കൃത്യമായിട്ട് ചെയ്യുക. സ്റ്റഡി റൂമിന്റെ അളവ് കൃത്യമായിട്ട് ചെയ്യുക. അത് ഏതെങ്കിലും അളവ് ഞാൻ മിസ് ചെയ്തിട്ടുണ്ടോ? ഏതെങ്കിലും റൂം ഞാൻ മിസ് ചെയ്തിട്ടുണ്ടോ മുറികളുടെ ഉള്ളളവ് എടുക്കാനായിട്ട്? ഉണ്ടെങ്കിൽ ടൈപ്പ് ചെയ്തു ഏതാണ് ഞാൻ മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ. ഇതിന്റെ അകത്ത് ഈ അടുക്കളയുടെയും ബെഡ്റൂമിന്റെ അളവ് അധമക്കണക്ക് കൊടുക്കാതിരിക്കുക. ഓക്കെ, അടുക്കളയുടെയും ബെഡ്റൂമിന്റെ അളവ് അധമക്കണക്ക് കൊടുക്കാതിരിക്കുക. ബാക്കിയുള്ളതിന് അധമക്കണക്ക് കൊടുത്താലും പ്രശ്നമില്ല എന്നുള്ളൂ. പക്ഷെ കൊടുക്കാതിരിക്കാൻ വേണ്ടി മാക്സിമം ശ്രമിക്കുക. ഈ അധമക്കണക്ക് ഏതാ, ഉത്തമക്കണക്ക് ഏതാ, മധ്യമക്കണക്ക് ഏതാ, അത് നിങ്ങൾക്ക് അറിയാൻ മേലാത്ത ആരെങ്കിലും ഉണ്ടോ ഈ കൂട്ടത്തിൽ? അതറിയാൻ മേലാത്ത ആരെങ്കിലും ഉണ്ടോ? നിങ്ങൾക്ക് ട്രഡീഷണൽ ടേബിൾ എന്ന് പറയുന്ന ഒരു ബുക്കുണ്ട്. ഇതാണ് നിങ്ങൾക്ക് വരുന്ന ഗുണദോഷ ഫലം എന്ന് പറയുന്ന സാധനം. ഈ ഗുണദോഷ ഫലത്തിന്റെ അത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഗുണമാണ് മധ്യമം, അധമം, ഉത്തമം ഇവിടെ കാണുന്നുണ്ടല്ലോ. ഇത് കാണുന്നുണ്ടല്ലോ അല്ലെ? സ്ക്രീൻ കാണുന്നുണ്ട്. ഇതിന്റെ അകത്ത് ഈ അധമം എന്ന് പറയുന്ന അളവുകൾ കൊടുക്കാതിരിക്കുക. അപ്പൊ ശരിക്കും നിങ്ങൾ മുറികളുടെ അളവ് കൊടുക്കാൻ നേരത്ത് ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഈ ടേബിളിന്റെ അകത്ത് ഈ മരണം എന്ന ശ്രേണിയിലുള്ള ഒരളവുകൾ നമ്മൾ കൊടുക്കാൻ പാടില്ല. അത് വീടിന്റെ ഔട്ടർ അളവാണെങ്കിലും മുറികളുടെ അളവുകളാണെങ്കിലും ഈ മരണം എന്നുള്ള ശ്രേണിയിലുള്ള അളവ് ഒരു കാരണവശാലും കൊടുക്കാൻ പാടില്ല. മരണത്തിലുള്ള അളവ് നിങ്ങൾ കൊടുക്കാത്ത രീതിയിൽ വേണം നിങ്ങൾ ചെയ്യാനായിട്ട്. ഇതാണ് ഒന്നാമത്തെ കണ്ടീഷൻ, അളവ് കൊടുക്കാൻ നേരത്ത്. അത് കഴിയുമ്പോഴത്തേക്കും അടുക്കളയും ബെഡ്റൂമും നിങ്ങൾ ചെയ്യാൻ നേരത്ത് ഇതിനകത്ത് ഈ അധമം എന്നുള്ള കണക്ക് ഇപ്പൊ 23 കോലം എന്ന് പറയുന്ന അളവ് ഉണ്ടോ, ഇത് അധമ കണക്കാ. അപ്പൊ ഇത് അടുക്കളയ്ക്ക് ബെഡ്റൂമിന് കൊടുക്കാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുക. കൊടുത്ത പ്രശ്നം ഉണ്ടോ വെച്ചാൽ പ്രശ്നമില്ല. പക്ഷെ എന്നാലും നമ്മൾ കൊടുക്കുന്ന ഫ്ലോർ പ്ലാൻ ചിലപ്പോൾ വാസ്തുവികാരം നാളെ ചിലപ്പം തിരുത്താനുള്ള അവസ്ഥ വരാറുണ്ട്. അപ്പൊ ഇത് അധമ കണക്കാണെന്ന് പറഞ്ഞ് മാറ്റാനുള്ള അവസ്ഥ വരാതിരിക്കണമെങ്കിൽ നമ്മൾ കൊടുക്കാതിരിക്കുക. ഇതേപോലെയുള്ള ഈ ഒരു ടേബിൾ എടുക്കാൻ നേരത്ത് ഈ ഒരു കാര്യം കൂടെ നോക്കിയിട്ട് നിങ്ങൾ ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ക്ലിയർ ആയോ? ഓക്കെ, അതുപോലെ തന്നെ ബാക്കി ലിവിങ്, ഡൈനിങ്, പ്രയർ റൂം, സ്റ്റഡി റൂം ഇത്ര അളവ് കൃത്യമായിട്ട് നിങ്ങൾ അളവുകളും കാര്യങ്ങളും പാലിച്ച് ചെയ്യുക. ഇതൊക്കെ പ്രയർ റൂമും കാര്യങ്ങളൊക്കെ കൊടുക്കണം നിർബന്ധമില്ല. സ്റ്റഡി റൂം കൊടുക്കണം നിർബന്ധമില്ല. നിങ്ങൾ കൊടുക്കുവാണെങ്കിൽ ഇതിനൊക്കെ അളവ് കൊടുക്കണം എന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. ഈ പറഞ്ഞ അളവുകൾ എല്ലാത്തിനും കൊടുക്കണം എന്ന് ഞാൻ പറഞ്ഞില്ല. കൊടുക്കുവാണെങ്കിൽ ഇതിന് അളവ് കൊടുത്തിട്ട് വേണം നിങ്ങൾ ചെയ്യാനായിട്ട്. ഓക്കെ, അടുത്ത് നമ്മൾ ആ സബ്മിഷൻ ചെയ്യണതിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. എവിടെയാണ് നിങ്ങൾ സബ്മിറ്റ് ചെയ്യേണ്ടത്? സബ്മിറ്റ് ചെയ്യണമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഫീഡിൽ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് സബ്മിറ്റ് ചെയ്യാം. അതുപോലെ തന്നെ VIP ഫേസ്ബുക്ക് ഗ്രൂപ്പ് ഉണ്ട്, അതിൽ സബ്മിറ്റ് ചെയ്യാം. നിങ്ങളിപ്പോൾ ആദ്യമേ തന്നെ നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഒരു ഫ്ലോർ പ്ലാൻ, കിഴക്ക് ദർശനമായിട്ടുള്ള ഫ്ലോർ പ്ലാൻ സബ്മിറ്റ് ചെയ്യലാണ്. നിങ്ങൾ ഇതുവരെ ആ ഒരു 10 days ക്ലാസിന്റെ അകത്ത് ആ കിഴക്ക് ദർശനമായിട്ടുള്ള വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ആ വീഡിയോ കാണുക. അതിൻ്റെ അകത്ത് കൊടുത്തേക്കുന്ന ഡിസൈൻ നിങ്ങൾ എടുക്കുക. ആ ഡിസൈൻ നിങ്ങൾ അപ്ലോഡ് ചെയ്യുക. അത് ചെയ്യുമ്പോൾ അളവ് ഇട്ടേക്കുന്ന സാധനമുണ്ട്, അളവ് ഇട്ടേക്കണം ചെയ്യുക. അത് ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ കിഴക്ക് ദർശനമായിട്ടുള്ള ഒരു വീടിന്റെ ഫ്ലോർ പ്ലാൻ ക്രമീകരിക്കുക. അപ്പോൾ കുറച്ചുകൂടി നിങ്ങൾക്ക് ഈസി ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അത് നിങ്ങൾക്ക് എവിടെയാണ് സബ്മിറ്റ് ചെയ്യേണ്ടതെന്ന് അറിയാൻ പാടാത്ത ആരെങ്കിലും ഉണ്ടോ? എവിടെയാണ് ഈ സബ്മിറ്റ് ചെയ്യേണ്ടതെന്ന് അറിയാൻ പാടാത്ത ആരെങ്കിലും ഉണ്ടോ? 10 days ക്ലാസിന്റെ വീഡിയോയിലേക്ക് ഞാൻ സിൽവർ മെമ്പർഷിപ്പുകാരെ കൂടെ ആഡ് ചെയ്യാം കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് കുറച്ചും കൂടെ രണ്ടുപേർക്കും ഒരേ ഇതിനകത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് ആക്കാം. സിൽവർ മെമ്പർഷിപ്പുകാർക്ക് അവിടെ ആക്സ് കൊടുത്തിട്ടില്ല, അതുകൊണ്ട് ഞാൻ ആക്സ് ആക്കിയിട്ടുണ്ട്. ഇതാണ് നിങ്ങളുടെ ആക്സ് വരുന്നത്. ഇതുണ്ടോ? സർ സുരേഷ് ആണ് ഇപ്പൊ ലാസ്റ്റ് കംപ്ലീറ്റ് ചെയ്തത് കണ്ടേഴ്സ്. ഈ രീതിയിലുണ്ട് ടാസ്കുകൾ. ടാസ്ക് 9, ടാസ്ക് 7, ടാസ്ക് 6, ടാസ്ക് 4, ടാസ്ക് 3, ടാസ്ക് 2, ടാസ്ക് 1. ഈ രീതിയിൽ നിങ്ങൾക്ക് ഈ ഒരു ഇതിന്റെ അകത്ത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. ഇതാണ് നമ്മുടെ ടാസ്കുകൾ വരുന്നത്. അപ്പൊ ഇതിലേക്ക് നിങ്ങൾക്ക് ആർക്കെങ്കിലും
കിട്ടാതെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഇൻവിറ്റേഷൻ ചെയ്തേക്കാം. നിങ്ങൾ ഇത് കഴിയുമ്പോഴത്തേക്കും ആ ഗ്രൂപ്പല്ല, ഇതാണ് നമ്മുടെ ഇൻവിറ്റേഷൻ. ഇതിൽ വേണം നിങ്ങൾക്ക് 10 ഡേയ്സിന്റെ ക്ലാസ് ചെയ്യാനായിട്ട്. വാട്സപ്പ് ഗ്രൂപ്പിലല്ല, ഈ ഒരു ലിങ്കിൽ വേണം നിങ്ങൾ ചെയ്യാനായിട്ട്. ഇതിലാണ് ഫീഡ് എന്ന് പറയുന്നത്. ഫീഡ് എന്ന് പറയുന്നത് എല്ലാം ഇതായിരിക്കും കേട്ടോ. ഇതാണ് ഫീഡ്. സിൽവർ മെമ്പർഷിപ്പുകാർക്ക് മാത്രമായിട്ടുള്ള ഫീഡ് വേറെ ഉണ്ട്. അവിടെ നിങ്ങൾക്ക് നിങ്ങളുടേതായ സംശയങ്ങളോ കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. അല്ലെന്നുണ്ടെങ്കിൽ ബ്രോൺസ് മെമ്പർഷിപ്പ് അല്ലെങ്കിൽ ഇതേപോലെ ആളുകൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് 10 ഡേയ്സ് ക്ലാസ്. ഇനി ഈ ഒരു ഫീഡിന്റെ അകത്ത് നിങ്ങൾക്ക് ഈ ടാസ്കുകൾ കംപ്ലീറ്റ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് വെച്ചാൽ, നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഫീഡായിട്ട് നിങ്ങൾക്ക് ചോദിക്കുകയോ കാര്യങ്ങളും ചെയ്യാം കേട്ടോ. അതിനകത്തും പ്രശ്നമില്ല. പക്ഷേ പ്രൊമോഷനോ കാര്യങ്ങളോ പാടില്ല എന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന് ഇവിടെ ചോദിക്കാം. ഈ രീതിയിലുണ്ടാവും. ഈ ഒരു ഡിസ്കഷൻ ഉണ്ട്. ഇവിടെ നിങ്ങൾക്ക് എന്തുകൊണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഇവിടെ നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യാം. നിങ്ങൾക്ക് എന്തെങ്കിലും ഫോട്ടോ അയക്കണമെങ്കിൽ ഫോട്ടോ അപ്ലോഡ് ചെയ്യാം. അതുള്ള കാര്യങ്ങളെല്ലാം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അത് നിങ്ങൾക്ക് ഇവിടെ ഈ ടാസ്കിനകത്ത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഇല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു ഇൻവിറ്റേഷൻ ലിങ്കിലേക്ക് വെച്ചിട്ട് നിങ്ങൾക്ക് ഇൻവൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അതിന്റെ ലിങ്ക് ഞാൻ ഗ്രൂപ്പിലൂടെ ഇട്ടേക്കണമായിരിക്കും. ഇന്നിപ്പം അതിനകത്ത് അതിനകത്ത് നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾക്ക് ഇതിലേക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് ഇതേപോലെ പോസ്റ്റുകളും കാര്യങ്ങളൊക്കെ ഇവിടെ ചെയ്യാൻ പറ്റും. അടുത്ത് നമ്മുടെ ഫേസ്ബുക്ക് ഗ്രൂപ്പിലാണ് നിങ്ങൾക്ക് ഇത് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. ആ ഫേസ്ബുക്ക് ഗ്രൂപ്പിന്റെ നിങ്ങൾ ചെയ്യേണ്ടത് അടുത്ത വെള്ളിയാഴ്ച രാവിലെ 10 തൊട്ട് 8 മണി വരെയുള്ള ഫീഡിൽ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം. അതിനകത്ത് വിഷയമില്ല. അത് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഈ ഒരു ഫ്ലോർ പ്ലാൻ്റെ അകത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്യേണ്ടത്. നിങ്ങളൊരു ഫ്ലോർ പ്ലാൻ ക്രമീകരിച്ച് നിങ്ങൾ സബ്മിറ്റ് ചെയ്യാൻ നേരത്ത് നിങ്ങളുടെ പേര് അതിനകത്ത് സബ്മിറ്റ് ചെയ്യേണ്ടതുണ്ടായിരിക്കും. അതായത് നിങ്ങളൊരു ഫോട്ടോ വെച്ചിട്ട് ചെയ്യാൻ നേരത്ത് നിങ്ങളുടെ പേരെന്താണോ അത്, അതുപോലെ നിങ്ങളുടെ ബിസിനസ് നെയിം. നിങ്ങൾ ഒരു പ്രൊഫഷണൽ ലെവലിലേക്ക് പോകാനായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഓൾറെഡി നിങ്ങൾക്ക് ഒരു ബിസിനസ് നെയിമും കാര്യങ്ങളും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ബിസിനസ് നെയിം വെക്കാം. നിങ്ങളുടെ വാട്സപ്പ് നമ്പർ, പേഴ്സണൽ വാട്സപ്പ് നമ്പർ വെക്കണം നിർബന്ധമില്ല. നിങ്ങൾക്ക് ബിസിനസ് നമ്പറോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആരെങ്കിലും നിങ്ങളെ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന രീതിയിലേക്കുള്ള, ചിലപ്പം ആവശ്യമുള്ള അനാവശ്യമായിട്ടുള്ള ഫോണുകളും കാര്യങ്ങളൊക്കെ വന്നിരിക്കാം. അതുകൊണ്ടാണ് ഞാൻ പേഴ്സണൽ വെക്കണം നിർബന്ധമില്ല. ബിസിനസ് ആയിട്ടുള്ള നമ്പറോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതും കൂടെ വെക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മെയിൽ ഐ ഡി മതിയെങ്കിൽ മെയിൽ ഐ ഡി വെക്കാം. ആൾക്കാർ ഭാവിയിലേക്കാണെങ്കിലും നിങ്ങളെ വിളിക്കാനായിട്ട് സാധിക്കുന്ന ഏതാണോ അതിലേക്കാണ് നിങ്ങൾ വെക്കേണ്ടത്. അതുപോലെ തന്നെ നിങ്ങളുടെ സ്ഥലം, നിങ്ങൾ എവിടെയാണ്, നിങ്ങളുടെ ലൊക്കേഷനോ സിറ്റിയോ ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് വെക്കാം. ഇത് കൊടുക്കാൻ നേരത്ത് ജെപെഗ് ആയിട്ടോ അല്ലെങ്കിൽ PNG ആയിട്ടോ വേണം നിങ്ങൾ ചെയ്യാനായിട്ട്. അതുപോലെ നിങ്ങൾക്ക് റോൾ നമ്പർ, ഇപ്പോൾ ഓൾറെഡി സിൽവർ മെമ്പർഷിപ്പുകാർക്കാണെങ്കിൽ ഞാൻ ഫോട്ടോ വെച്ചിട്ടുള്ള കാര്യങ്ങൾ തന്നിട്ടുണ്ടാവും. ബ്രോൺസ് മെമ്പർഷിപ്പുകാർക്ക് ഞാൻ നമ്പർ തന്നിട്ടില്ല. ഞാൻ ഇത് കഴിയുമ്പോഴത്തേക്കും ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും പേഴ്സണലായിട്ട് വാട്സപ്പിലേക്ക് ഓരോ നമ്പർ അയക്കുന്നതായിരിക്കും. നിങ്ങളുടെ ഓരോ സീരിയലിന്റെ റോൾ നമ്പർ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ റോൾ നമ്പറും കൂടെ നിങ്ങൾ ആഡ് ചെയ്യണം. എന്തിനാണ് ഞാൻ ഈ റോൾ നമ്പറും കൂടെ ആഡ് ചെയ്യാൻ പറഞ്ഞതെന്ന് വെച്ചാൽ, ഇപ്പം ഇതിനകത്ത് ഇപ്പം ഈ 8 തൊട്ട് 10 തൊട്ട് 8 മണി വരെയുള്ള ടൈമിന്റെ അകത്ത് എല്ലാ ആളുകൾക്കും ഈ ഫേസ്ബുക്ക് ഗ്രൂപ്പിന്റെ അകത്ത് പോസ്റ്റ് ചെയ്യാൻ പറ്റും, സബ്മിറ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ സബ്മിറ്റ് ചെയ്യാൻ നേരത്ത് ഈ ഒരു ഫ്ലോർ പ്ലാൻ ഇതിലുള്ള ആളാണ്, ബ്രോൺസ് മെമ്പർഷിപ്പിലുള്ള ആളാണ് എങ്കിൽ മാത്രമല്ല എനിക്ക് അപ്രൂവ് ചെയ്യാൻ പറ്റൂ. എല്ലാവരും അപ്രൂവ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഇത് ഈ 2 കമ്മ്യൂണിറ്റിക്ക് വേണ്ടി മാത്രം നമ്മൾ ചെയ്തേക്കുന്ന പ്രോഗ്രാമാണ്. അപ്പൊ അങ്ങനെ അറിയണമെന്നുണ്ടെങ്കിൽ സിൽവർ മെമ്പർഷിപ്പുകാർക്ക് എനിക്ക് ഓൾറെഡി അറിയാം. അവർക്ക് ഫോട്ടോ വെച്ചിട്ടുള്ള ടാഗിലേയും ഞാൻ കൊടുത്തിട്ടുണ്ട്. അത് കിട്ടാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ഫോട്ടോ വെച്ചിട്ടുള്ള ടാഗിലേയും കൊടുത്തിട്ടുണ്ട്. ബ്രോൺസ് മെമ്പർഷിപ്പുകാർക്ക് അത്രയും ഫോട്ടോ വെച്ചിട്ടുള്ള ടാഗിലേയും ചെയ്ത് കഴിഞ്ഞാൽ മറ്റൊരു സമയം കാര്യങ്ങൾ എടുക്കും. അതുകൊണ്ട് അത് ചെയ്യുന്നില്ല. അവർക്ക് റോൾ നമ്പർ ആയിരിക്കും തരുന്നത്. ആ റോൾ നമ്പർ, അപ്പൊ നിങ്ങൾ ആ റോൾ നമ്പറും കാര്യങ്ങളും കൂടെ നിങ്ങൾ അവിടെ വെച്ചാൽ മതി. ഓട്ടോമാറ്റിക് ആയിട്ട് നിങ്ങൾക്ക് അതിലേക്ക് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ ചെയ്യാൻ നേരത്തെ ഫ്ലോർ പ്ലാനകത്ത് കൃത്യമായിട്ടുള്ള ഡയറക്ഷൻ, ഇപ്പൊ കിഴക്ക് ദർശനമാണെങ്കിൽ ആ കിഴക്ക് ദർശനം എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ മാർക്ക് ചെയ്തിരിക്കണം. 1 കോൽ 72 സെന്റിമീറ്റർ എന്നുള്ളത് ചെയ്തിരിക്കണം. നിങ്ങളുടെ റൂം, ഇപ്പൊ അടുക്കളയാണെങ്കിൽ അടുക്കള, ബെഡ്റൂം ആണെങ്കിൽ ബെഡ്റൂം, ലിവിംഗ് ആണെങ്കിൽ ലിവിംഗ്, ഡൈനിങ് ആണെങ്കിൽ ഡൈനിങ് വെക്കണം. ആ റൂമിന്റെ ഇൻസൈഡ് അളവ് കൃത്യമായിട്ട് നിങ്ങൾ മാർക്ക് ചെയ്യണം. അത് ഏത് കോൽ കണക്കാണ്, 15 കോലോ 16 അംഗലോ അല്ല 16 കോൽ 8 അംഗലോ അങ്ങനെ ഏതാണെങ്കിൽ ആ റൂമോട് അളവ് വെക്കണം. ഇത്തരം കാര്യങ്ങളാണ് നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത്. ഇതിന് വേണമെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തോ കേട്ടോ. പേര്, നിങ്ങളുടെ ബിസിനസ് നെയിം, കോൺടാക്ട് നമ്പർ, നിങ്ങളുടെ സ്ഥലം, നിങ്ങൾക്കത് ജെപെഗ് ആയിട്ടോ PNG ആയിട്ടോ നിങ്ങൾക്ക് സബ്മിറ്റ് ചെയ്യാം. ആ ഇതിലേക്ക് നിങ്ങൾ കൊടുക്കാം. അതുപോലെ തന്നെ നിങ്ങൾ കൃത്യമായിട്ട് ഡയറക്ഷൻ കൃത്യമായിട്ട് മാർക്ക് ചെയ്യണം. 1 കോൽ 72 സെന്റിമീറ്റർ എന്നുള്ള അളവ് കൃത്യമായിട്ട് ടൈപ്പ് ചെയ്തിരിക്കണം. റൂമിന്റെ ടൈപ്പ്, ബെഡ്റൂം ആണെങ്കിൽ ബെഡ്റൂം, അടുക്കളയാണ് അടുക്കള, അതേ വേണം. റൂമിന്റെ സൈസ് ആ സെന്റിമീറ്റർ അളവിൽ വേണം കൊടുക്കാനായിട്ട്. റൂം കോൽ കണക്കിലാണെങ്കിൽ അത് ഏത് കോൽ കണക്കാണെങ്കിലും എഴുതണം. ക്ലിയർ ആയ എല്ലാവരും? ഇങ്ങനെ വേണം നിങ്ങൾ സബ്മിറ്റ് ചെയ്യാനായിട്ട്. അപ്പൊ ഇതൊരു പ്രൊഫഷണൽ വേയിലേക്ക് നിങ്ങൾ ചെയ്ത് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് ഇന്നല്ലെങ്കിൽ നാളെ ഇത് കഴിയുമ്പോൾ നിങ്ങൾക്ക് അതിനുള്ള പ്രയോജനം കാര്യങ്ങളും കിട്ടും. ഓക്കെ, ഇത് നിങ്ങൾ ജെപെഗ്, ഇത് നിങ്ങൾക്ക് ക്യാൻവ എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്. ക്യാൻവയിൽ പോയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് നിങ്ങൾക്ക് നിങ്ങൾ വരച്ചേക്കുന്ന ഫ്ലോർ പ്ലാനുകൾ ഈ പറയുന്ന സാധനങ്ങളെല്ലാം ആഡ് ചെയ്യാൻ പറ്റും. ക്യാൻവ അറിയാൻ മേലാത്ത ആരെങ്കിലും ഉണ്ടോ? ക്യാൻവ എന്ന് പറഞ്ഞ സാധനം അറിയാൻ മേലാത്ത ആരെങ്കിലും ഉണ്ടോ? ജസ്റ്റ് ക്യാൻവ എന്ന് ടൈപ്പ് ചെയ്താൽ മതി. ഇതാണ് ക്യാൻവ എന്ന് പറഞ്ഞത്. ഇതാണ് പ്ലാറ്റ്ഫോം. ഈ പ്ലാറ്റ്ഫോം നിങ്ങൾക്ക് ഫ്രീ ആയിട്ടുള്ള നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും. ഫ്രീ ഇതിനകത്ത് നിങ്ങൾക്ക് ഏത് വേണം, ഇപ്പൊ യൂട്യൂബിന്റെ തംബ്ലൈനാണ് വേണ്ടെങ്കിൽ ഉണ്ടോ, നിങ്ങൾക്ക് യൂട്യൂബിൽ തംബ്ലൈൻ കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് യൂട്യൂബിൽ ഒത്തിരി തംബ്ലൈനും കാര്യങ്ങളും വരും. അതിനകത്ത് നമുക്ക് ഇഷ്ടമുള്ള തംബ്ലൈൻ നമുക്ക് എടുക്കാൻ പറ്റുന്നുണ്ടോ, ഡിസൈൻ്റെ അകത്ത് നമുക്ക് ഇഷ്ടമുള്ള തംബ്ലൈനും കാര്യങ്ങളും നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ നമ്മുടെ ഫ്ലോർ പ്ലാൻ ഉണ്ടെങ്കിൽ ഈ ഫ്ലോർ പ്ലാൻ നമുക്ക് അതിനകത്ത് അപ്ലോഡ് ചെയ്തതിനു ശേഷം നമുക്ക് ഇവിടെ ടെക്സ്റ്റ് ആയിട്ട് നമുക്കുണ്ട്. ഇവിടെ ടെക്സ്റ്റ് ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റും. ഒരു ഉദാഹരണമായിട്ട് കാണിച്ചു തരണമെന്നുണ്ടെങ്കിൽ, നമ്മുടെ ഗ്രൂപ്പിൽ ആരെങ്കിലും ഫ്ലോർ പ്ലാൻ വരച്ചിട്ടുണ്ടോ? ട്രോളി വരച്ചിട്ടുണ്ട്. കോട്ടിയാ ഡിസൈൻ വേണ്ടി വരച്ചല്ലേ.
ഇതാണ് ഇപ്പോൾ ഫ്ലോർ പ്ലാൻ ആണ് ഞാൻ സബ്മിറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് വിചാരിച്ചു. നമ്മുടെ കമ്മ്യൂണിറ്റി മെമ്പർ ആയിട്ടുള്ള ആൾ വരച്ച ഫ്ലോർ പ്ലാൻ ആണ് കേട്ടോ. ഇതാണ് ഞാൻ സബ്മിറ്റ് ചെയ്യണമെന്ന് വെച്ചാൽ. അപ്പൊ എനിക്കിപ്പം നിങ്ങൾക്ക് ഇത് ചെയ്യാൻ നേരത്ത് PDF ഫയൽ ആയിട്ടാണെങ്കിൽ അതിനകത്ത് നിങ്ങൾക്ക് ചെയ്യാനായിട്ട് പാടായിരിക്കും. നേരെ ഒന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക. ഇവിടെ നമുക്ക് സ്ക്രീൻഷോട്ട് എടുക്കുക. ഇതാണ് നമ്മൾ എടുക്കണമെങ്കിൽ ഇതിപ്പോൾ നമ്മൾ സ്ക്രീൻഷോട്ട് ഇങ്ങനെ എടുക്കുക. എന്നിട്ട് ഇവിടെ നമ്മൾ സേവ് ചെയ്യുക. ഞാൻ ഈ ക്രമീകരിച്ചിരിക്കുന്ന എല്ലാം ഈ AI ഉപയോഗിച്ചാണ് കേട്ടോ ഞാൻ ചെയ്യണത്. ഇതിപ്പോൾ നമ്മൾ സ്ക്രീൻഷോട്ട് എടുത്തു. അതിനുശേഷം നമ്മൾ നേരെ ഇവിടെ നമ്മൾ പോയതിനു ശേഷം ഇവിടെ ഉണ്ടോ, ഇവിടെ അപ്ലോഡ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്ലോഡിൽ പോയിട്ട് നമുക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റും. അപ്പൊ ഞാനിപ്പോൾ കൊടുത്തോണ്ട് ഈ പ്ലാൻ സാമ്പിൾ പ്ലാൻ എന്നുള്ള സാധനം ഞാൻ കൊടുത്തു. അപ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് ആ പ്ലാൻ വന്നു. വേണ്ട അപ്പോൾ ആ പ്ലാൻ ഇവിടെ എത്തി. നമുക്ക് സൈസ് മാറ്റണമെങ്കിൽ സൈസ് മാറ്റാം, ഇത് വേണമെങ്കിൽ സൈസ് മാറ്റാം. ഇത് നമ്മളിവിടെ നമ്മൾ കൊടുക്കുക, ആ പ്ലാൻ അട്രാക്റ്റീവ് ആവുന്ന രീതിയിൽ കൊടുക്കാം. എന്നിട്ട് നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞ സാധനങ്ങൾ എന്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യാം. നിങ്ങളുടെ പേര് ട്രോളി ആണെങ്കിൽ ട്രോളി ടൈപ്പ് ചെയ്യുക. എന്നിട്ട് മൊബൈൽ നമ്പർ ഏതാണെന്ന് വെച്ചാൽ അത് ടൈപ്പ് ചെയ്യുക. എന്നിട്ട് ഞാൻ പറഞ്ഞ ഒരു ഓർഡർ ഉണ്ടല്ലോ, ആ ഒരു ഓർഡറിനകത്ത് നിങ്ങൾക്ക് ടൈപ്പ് ചെയ്തിട്ട് നിങ്ങൾക്ക് അത് അട്രാക്റ്റീവ് ആവുന്ന രീതിയിൽ. ഇപ്പോൾ കളർ നിങ്ങൾക്ക് മാറണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഉണ്ടോ, ഇവിടെ പോയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറൊക്കെ എടുക്കാം. ഇവിടെ കളർ മാറ്റാം, ഈ കളർ മാറ്റാം, ഇത് വേണമെങ്കിൽ മാറ്റാം. ഈ രീതിയിൽ പല രീതിയിൽ നമുക്ക് ഇതിന് അട്രാക്റ്റീവ് ആകുന്ന രീതിയിലേക്ക് നമുക്ക് ചേഞ്ചും കാര്യങ്ങളും ചെയ്യാൻ പറ്റും. ഇത് ക്യാൻവ എന്ന് പറഞ്ഞാണ്, ഇത് ഫ്രീ ആയിട്ടുള്ളതാണ്. നിങ്ങൾക്ക് ഫ്രീ ആയിട്ടുള്ള അത് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും. എന്നിട്ട് നേരെ ഇത് നിങ്ങൾക്ക് ഇവിടെ ഉണ്ട് ഷെയർ എന്നുള്ളത് പോയി ഡൗൺലോഡ് ചെയ്താൽ മതി. ഡൗൺലോഡിൻ്റെ അത് കൊടുത്തിട്ട് നമുക്ക് കണ്ട PNG ആയിട്ട് ചെയ്യാം, അല്ലെങ്കിൽ JPEG ആയിട്ട് PNG ആയിട്ട് നിങ്ങൾ ചെയ്താൽ മതി. ക്ലിയർ ആയോ? ക്ലിയർ ടൈപ്പ് ചെയ്തു. ക്ലിയർ ടൈപ്പ് ചെയ്തു. ഇത്രേ ഉള്ളൂ. നിങ്ങൾ വരച്ചിരിക്കുന്ന ഫ്ലോർ പ്ലാൻ നിങ്ങൾ PDF കാര്യങ്ങളാണെങ്കിൽ PDF ആയിട്ട് വരച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ എല്ലാവർക്കും റീഡബിൾ ആകണമെന്നില്ല. അപ്പൊ ഈ രീതിയിൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഇതേപോലെ ഇത്രയും വൃത്തിയായിട്ട് ഫർണിച്ചറൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും നല്ലത്. കാരണം ഞാൻ പറഞ്ഞല്ലോ, ക്ലയന്റ് നിങ്ങളിലേക്ക് വരുന്ന രീതിയിലേക്ക്. ഇതിപ്പോ ഈ ഫ്ലോർ പ്ലാൻ എടുത്തു കഴിഞ്ഞാൽ കോട്ടിയ ഡിസൈൻ എന്നുള്ള നമ്മുടെ ക്ലാസിന്റെ അകത്ത് ചെയ്തേക്കുന്ന ഫ്ലോർ പ്ലാൻ ആണ്. കൃത്യമായിട്ട് ഫർണിച്ചറും എവിടെയൊക്കെയാണെന്നുള്ളതും അതുപോലുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് അവർ പഠിച്ച് ചെയ്തേക്കുന്ന ഒരു ഫ്ലോർ പ്ലാന്റെ കാര്യങ്ങളൊക്കെയാണ് വന്നേക്കുന്നത്. അപ്പൊ ഇതേപോലെ നിങ്ങൾക്ക് ചെയ്ത് കഴിഞ്ഞാൽ നല്ലതാണ്. അപ്പൊ ക്ലയന്റിനെ അട്രാക്ട് ചെയ്യുന്ന രീതിയിലേക്ക് ആക്കണമെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടേതായ രീതിയിൽ നിങ്ങൾക്ക് നോളജും കാര്യങ്ങളും വെച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാം. ഓക്കെ, അടുത്ത നമ്മുടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റൂൾസ് നമുക്ക് നോക്കാം. ഇതിന്റെ അകത്ത് ഒരു ഫ്ലോർ പ്ലാൻ ഇപ്പൊ കിഴക്ക് ദർശനമായിട്ടുള്ള ഒരു ഫ്ലോർ പ്ലാൻ ഒന്നിൽ കൂടുതൽ ഫ്ലോർ പ്ലാനുകൾ നിങ്ങൾ അയക്കരുത്. ഏതെങ്കിലും ഒരു ഫ്ലോർ പ്ലാൻ നിങ്ങൾ അയക്കാവുള്ളൂ. കാരണം ഒത്തിരി ഫ്ലോർ പ്ലാനുകൾ അയച്ചിട്ട് ഇതിനകത്ത് ഏതാണെന്നുള്ള എടുക്കുന്ന രീതി അതില്ല കേട്ടോ. ഒരു ഫ്ലോർ പ്ലാൻ അയക്കാവുള്ളൂ. കൃത്യമായിട്ട് വാസ്തുവിന്റെ കൃത്യമായിട്ടുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ നോക്കിയിരിക്കണം. അത് 1 സെന്റിമീറ്റർ എന്നുള്ള കോൽക്കണക്ക് നമ്മൾ പറഞ്ഞതിന്റെ അടുത്തായിരിക്കണം. അതിന് വിപരീതമായിട്ട് കോൽക്കണക്കിന്റെ സ്ഥാനത്ത് അങ്കുലക്കണക്ക് ഇട്ട് കൊടുക്കുകയും അതിനകത്ത് വേറെ ആയിട്ടുള്ള രീതിയിലുള്ള കാര്യങ്ങളൊന്നും ചെയ്യാൻ പാടില്ല. നമ്മൾ ഈ പറയുന്ന ഗൈഡ് ലൈനും കൂടെ നിങ്ങൾ കൃത്യമായിട്ട് നോക്കിയിട്ട് വേണം ചെയ്യേണ്ടത്. അങ്ങനെയുള്ള ഫ്ലോർ പ്ലാനുകൾ മാത്രമേ നമ്മൾ സബ്മിഷനിലെയും കാര്യങ്ങളിലേക്കൊക്കെ നമ്മൾ പോകത്തുള്ളൂ. ഓക്കെ, ഇതാണ് നമ്മുടെ ഗൈഡ് ലൈൻസും കാര്യങ്ങളും. അത് കഴിഞ്ഞിട്ട് നിങ്ങളാണ് ഫ്ലോർ പ്ലാൻ ഇൻസ്പെക്ട് ചെയ്യേണ്ടത്. ഇൻസ്പെക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് റേറ്റിംഗ് കാര്യങ്ങൾ കൊടുക്കാം. അപ്പൊ ഇൻസ്പെക്ട് ചെയ്യാൻ നേരത്ത് ആദ്യമേ തന്നെ നിങ്ങൾ വാസ്തുവിന്റെ കൃത്യമായിട്ടുള്ളതാണെന്നാണോ നമ്മൾ ആദ്യം നോക്കണം. അതിനുശേഷം നമ്മൾ കിഴക്ക് ദർശനമായിട്ടുള്ളതാണോ എന്നുള്ളത് കൃത്യമായിട്ട് നിങ്ങൾ മാർക്ക് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കുക. അതുപോലെ തന്നെ യോനിസംഖ്യ നമ്മൾ ഈ പറഞ്ഞ പോലെ 5 എന്നുള്ള യോനിസംഖ്യയിലുള്ള അളവാണോ, അല്ലോ അത് 5 എടുക്കാൻ പറ്റത്തില്ലെങ്കിൽ മാത്രം 1ലേക്ക് പോവുക, 1 എടുക്കാൻ പറ്റത്തില്ലെങ്കിൽ 3ലേക്ക് പോവുക, 1 എടുക്കാൻ പറ്റത്തില്ലെങ്കിൽ 7ലേക്ക് പോവുക. നേരെ ഞാൻ 7 എന്നുള്ള യോനിസംഖ്യയിലേക്കുള്ള അല്ലെങ്കിൽ 3 ലേക്ക് ആദ്യമേ പോകാതെ ഈ ഒരു ഓർഡറിലേക്ക് അടുത്തുള്ള ആ സമയത്തൊന്നും അളവൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഇങ്ങോട്ട് പോയെങ്കിൽ അത് ഓക്കെയാണ്. ഓക്കെ, ആ രീതിയിലേക്ക് നോക്കുക. കൃത്യമായിട്ട് ആ ഡയറക്ഷനും ഡയമെൻഷനും കൃത്യമായിട്ട് മനസ്സിലാകുന്ന രീതിയിലേക്കുള്ള പ്ലാൻ ആണെന്ന് നോക്കുക. ആ റോൾ നമ്പർ കൃത്യമായിട്ടുണ്ടോ എന്ന് നോക്കും. അത് കഴിഞ്ഞിട്ട് ആ വിസിബിലിറ്റി, ആ പ്ലാൻ നമുക്ക് കാണാൻ പറ്റുന്ന ഇമേജ് ആണ്. ഇതുണ്ടെങ്കിൽ മാത്രമേ ശരിക്കും ഈ ഒരു പരിശോധിക്കുന്ന രീതിയിലേക്ക് തന്നെ ഈ പ്ലാൻ അപ്രൂവൽ ആകത്തുള്ളൂ. ഇത് ഞാനാണ് ചെയ്യണത്. ഇത് അപ്രൂവൽ ആണോ വേണ്ടതെന്ന് തീരുമാനിക്കുന്ന ഈ ഒരു കണ്ടീഷൻ വെച്ചിട്ടായിരിക്കും. നിങ്ങൾ വരച്ചേക്കുന്ന ഫ്ലോർ പ്ലാൻ കണ്ടു കഴിഞ്ഞാൽ ആർക്കും മനസ്സിലാകുന്നില്ല, ക്ലിയർ അല്ല, കാര്യങ്ങളില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അപ്രൂവ് ചെയ്യാൻ പറ്റത്തില്ല. നിങ്ങൾക്ക് റോൾ നമ്പർ ഇല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്രൂവ് ചെയ്യാൻ പറ്റത്തില്ല. ആ രീതിയിലേക്കുള്ള കാര്യങ്ങൾ കൂടെ നിങ്ങൾ വെച്ചതിന് ശേഷം മാത്രമേ നിങ്ങൾ ചെയ്യുള്ളൂ. അപ്പോഴാണ് നമ്മൾ ഈ ഒരു പ്ലാൻ അപ്രൂവൽ ആകുന്നത്. അങ്ങനെ അപ്രൂവൽ ആയിട്ടുള്ള പ്ലാൻ ആണെങ്കിൽ പിന്നെ നിങ്ങളുടെ കയ്യിലേക്കാണ് വരുന്നത്. അപ്പൊ നിങ്ങൾ വരാൻ നേരത്ത് അതിനകത്ത് 40% വെയിറ്റേജ് കൊടുക്കുന്നത് വാസ്തുവിനാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ വാസ്തുവിന് ഔട്ടേജ് പറയുന്നത് വീടിന്റെ ഔട്ടളവ് കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ടോ, ഗ്രഹമതി സൂത്രം കൃത്യമായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ടോ, കിച്ചന്റെ പൊസിഷൻ കൃത്യമാണോ, ബെഡ്റൂമിന്റെ പൊസിഷൻ കൃത്യമാണോ, ടോയ്ലറ്റിന്റെ പൊസിഷൻ നമുക്ക് പാടില്ലാത്ത സ്ഥലത്താണോ വന്നേക്കുന്നത്, അതിന്റെ മുറികളുടെ ഉള്ളളവും മുറികളുടെ അളവുകളും കൃത്യമാണോ, ഈ രീതിയിൽ കൃത്യമായിട്ട് ചെയ്തേക്കണമെന്ന് നോക്കുക. അതിനാണ് ശരിക്കും 40% നിങ്ങൾ വെയിറ്റേജ് കൊടുക്കേണ്ടത്. അതിനുശേഷം 30% സ്പേസ് ഒപ്റ്റിമൈസേഷൻ കൊടുക്കണ്ടേ. സ്പേസ് ഒപ്റ്റിമൈസേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും കൃത്യമായിട്ട് ആ ലോജിക്കലായിട്ടുള്ള ഒരു ഫ്ലോയിലാണോ അത് പോയേക്കണത്. അതായത് ഇപ്പം ഒരു അടുക്കളയും ഒരു ലൈനിങ്ങും തമ്മിൽ ഭയങ്കര വ്യത്യാസം വരുന്ന രീതിയിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമുക്ക് അറിയാലോ, ആ ഭക്ഷണം പാകം ചെയ്തിട്ട് നമ്മൾ വെക്കുന്ന സാധനം അവിടെ നമുക്ക് ഭക്ഷണം കഴിക്കാൻ വേണം. അതുപോലെ ആ രീതിയിലേക്കുള്ള നമുക്ക് ലോജിക്കും കാര്യങ്ങളും ഉണ്ടല്ലോ. അതുപോലെ ഒരു ബെഡ്റൂം വെച്ച് ഒരു ടോയ്ലറ്റ് ഭയങ്കര ദൂരത്ത് വെച്ചിട്ട് നമുക്ക് രാത്രിയിൽ പോകാൻ പറ്റാത്ത അവസ്ഥയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പാടല്ലേ. അപ്പൊ ആ ബെഡ്റൂമിനോട് അടുത്തൊരു ടോയ്ലറ്റ് ആണോ, ഇതേപോലെയുള്ള കാര്യങ്ങൾ വാസ്തുപ്രകാരം ആ ടോയ്ലറ്റിന്റെ സ്ഥാനത്ത് കുഴപ്പമുണ്ടായിരിക്കത്തില്ല, ബെഡ്റൂമിന്റെ സ്ഥാനം കുഴപ്പമുണ്ടായിരിക്കില്ല. പക്ഷെ ഇത് തമ്മിലൊരു കണക്ഷൻ വേണ്ടേ. ഞാൻ പറഞ്ഞ പോയിന്റ് ക്ലിയർ ആകുന്നുണ്ടോ എല്ലാവർക്കും? അപ്പൊ നമുക്കൊരു വീട് വെച്ച് കഴിഞ്ഞാൽ ആ വീട് വെച്ചിട്ട് ആളുകൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു
ഫംഗ്ഷനിലായിരിക്കണം ആ സാധനം കൊടുക്കുന്നത്. അതാണ് ഡിസൈനും സ്പേസും കൂടെ നോക്കുന്ന രീതിയിലേക്കുള്ളതാണ് 30%. കൃത്യമായിട്ട് നമുക്ക് ഫർണിച്ചറും കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്ന രീതിയായിരിക്കും. ഇത് നിങ്ങൾ ചെയ്യേണ്ട എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങളൊരു ഫ്ലോർ പ്ലാനും കാര്യങ്ങളും നിങ്ങൾ ക്രമീകരിച്ച് കഴിഞ്ഞാൽ ഈ ഫ്ലോർ പ്ലാൻ ക്രമീകരിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ആലോചിക്കേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ കണ്ണടച്ച് നിങ്ങൾ ആലോചിക്കുമ്പോഴത്തേക്കും ഇവിടെ സിറ്റ് ഔട്ട് ആണെന്ന് വിചാരിക്കുക. ഇപ്പോൾ സിറ്റ് ഔട്ട് ആണെങ്കിൽ നിങ്ങൾ കണ്ണടച്ചിട്ട് നോക്കുക സിറ്റ് ഔട്ട്. ആ സിറ്റ് ഔട്ടിലേക്ക് നിങ്ങൾ കയറുന്നു. സിറ്റ് ഔട്ടിലേക്ക് നിങ്ങൾ കയറുമ്പോഴത്തേക്കും നിങ്ങൾക്ക് അവിടെ കാണുന്ന ഫർണിച്ചർ ഏതൊക്കെയാണ്? ഒരു ടീപ്പോയാണ്, കസേരയാണ്. അത് കഴിയുമ്പോഴത്തേക്കും നേരെ ലിവിംഗ് ഹാളിലേക്ക് നിങ്ങൾ പോകുന്നു. അപ്പൊ നിങ്ങളിലേക്ക് കയറി വരുമ്പോഴത്തേക്കും നിങ്ങളുടെ എവിടെയൊക്കെ ഇവിടെ ടേബിൾ ഉണ്ട്, അല്ലെങ്കിൽ TV സ്റ്റാൻഡ് ഉണ്ട്. ഈ രീതിയിൽ നിങ്ങൾ കണ്ണടച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ആ പ്ലാനിലൂടെ നിങ്ങൾ നോക്കുമ്പോഴത്തേക്കും നിങ്ങൾക്ക് കൃത്യമായിട്ട് നിങ്ങൾക്ക് ആ പോയിന്റ് നിങ്ങൾ കാണണം. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇത് ഇഷ്ടിക കൊണ്ടോ സിമെന്റ് കൊണ്ട് വരയ്ക്കുന്ന ചതുരങ്ങളിലേക്ക് അപ്പുറത്തേക്ക് ഇത് ഈ ഒരു പോയിന്റ് ഓഫ് വ്യൂ വേണം നിങ്ങൾ ചിന്തിക്കാനായിട്ട്. അതായത് അവിടെ നടക്കുന്ന ആ പണി കഴിയുമ്പോഴത്തേക്കും ഇതിലൂടെ നമ്മൾ നടന്നു കഴിയുമ്പോഴത്തേക്കും നമ്മൾ കാണുന്ന വ്യൂ, ആ വ്യൂ നിങ്ങൾ മനസ്സിൽ കണ്ടിട്ട് വേണം നിങ്ങൾ ഫ്ലോർ പ്ലാൻ ഫൈനൽ ചെയ്തിട്ട് നിങ്ങൾ അയക്കാനായിട്ട്. അപ്പൊ നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും ഇത് എവിടെയൊക്കെയാണെന്നും. അതുപോലെ നമുക്കൊരു പാത്ത് വേയുടെ സാധനങ്ങളോ നിങ്ങൾ സെറ്റ് ചെയ്ത് വേണം ചെയ്യാനായിട്ട്. തുടക്കത്തിൽ നിങ്ങൾക്ക് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ ഇത് കഴിഞ്ഞ് ചെയ്ത് വരുമ്പോഴത്തേക്ക് നിങ്ങൾ ഇതിലേക്ക് എത്താൻ പറ്റും. ഇത് കണ്ട് ഇപ്പോൾ സിറ്റ് ഔട്ട് വന്നു. ആ സിറ്റ് ഔട്ടിൽ നമ്മൾ കയറി വന്നു. കയറി ഡോർ വന്നു. ആ ഡോറിൽ കൂടെ നമ്മൾ പോകാനായിട്ട് ഒരാൾക്ക് നടക്കാനുള്ള സ്പേസ്. ആ ഒരു സ്പേസിന് തടസ്സമായിട്ട് ഫർണിച്ചർ കാര്യങ്ങൾ വെക്കാൻ പാടില്ല. അപ്പൊ അങ്ങനെ നമ്മൾ നടന്ന് ഓരോ റൂമിലേക്കും പോകാനുള്ള ആ ഒരു പാത്വേയും കാര്യങ്ങളും കിട്ടുന്ന രീതിയിലേക്കുള്ളതാണോ നോക്കണം. അങ്ങനെയാണെങ്കിൽ അതും കൂടെ അനുസരിച്ച് വേണം നിങ്ങൾ ഇവിടെ മാർക്ക് കൊടുക്കാനായിട്ട്. ഇത് നിങ്ങളാണ് മാർക്ക് കൊടുക്കേണ്ടത്. എന്നിട്ട് വേണം നിങ്ങൾ ചെയ്യാനായിട്ട്. അപ്പൊ ഒരു ഫ്ലോർ പ്ലാൻ കണ്ടു വളരെ കളർഫുൾ ആണ് എന്നതിന്റെ അപ്പുറത്തേക്ക് ഇത് പ്രാക്ടിക്കലായിട്ട് ആ വീട്ടിൽ അവർക്ക് താമസിക്കാൻ പറ്റുന്ന കണ്ടീഷൻ ആണോ, അങ്ങനെ ആ പ്രാക്ടിക്കലായിട്ട് അവർ ചെയ്യുമ്പോഴത്തേക്കും അവർക്ക് ഈ രീതിയിൽ കൃത്യമായിട്ട് ഫംഗ്ഷനലായിട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലൊക്കെ ആണോ എന്നുള്ള രീതിയിൽ നോക്കണം. കൃത്യമായിട്ട് എഫിഷ്യന്റ് ആയിട്ട് സർക്കുലേഷൻ പാത്ത് അവരുടെ വായുസഞ്ചാരം വരുന്ന രീതിയിലേക്കാണോ, ആ രീതിയിലേക്ക് കൂടെ ഉള്ളതാണെങ്കിൽ അതിനാണ് നിങ്ങൾ 30% വെയിറ്റേജ് കൊടുക്കുന്നത്. ക്ലിയർ ആയോ? നിങ്ങൾ എങ്ങനെയാണ് നിങ്ങൾ മാർക്ക് ഇടാനുള്ളത്? 40% നമ്മൾ വാസ്തുവിന് കൊടുക്കുക, 30% വെയിറ്റേജ് നിങ്ങൾ ഇതേപോലെ സ്പേസിലും കൃത്യമായിട്ട് ചെയ്യുക. ഈ ഒരു കാര്യം കൂടെ നോക്കിയിട്ട് വേണം നിങ്ങൾ ഫ്ലോർ പ്ലാൻ അളവ് മാർക്ക് ഇടാനായിട്ട്. അപ്പൊ കളർ കണ്ടിട്ട് മാത്രം നിങ്ങൾ ഇടരുത് എന്നാണ് ഞാൻ പറഞ്ഞത്. അത് തന്നെ കൃത്യമായിട്ടൊരു വെയിറ്റേജ് 20% നമ്മൾ കൃത്യമായിട്ട് ആ പ്രസന്റേഷൻ എല്ലാ റൂമുകളും കൃത്യമായിട്ട് ലേബൽ ചെയ്തിട്ടുണ്ടോ, ഡയമെൻഷൻ എല്ലാം കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ടോ, അതുപോലെ തന്നെ നമുക്ക് മനസ്സിലാകുന്ന രീതിയിലേക്കൊക്കെ ആണോ ചെയ്തേക്കണേ, അതുകൊണ്ട് അതിന് 20% കൊടുക്കാം. അതിന്റെ പിന്നെ എക്സ്ട്രാ ആയിട്ട് ഇപ്പൊ ബാക്കിയുള്ളവർ ചിന്തിക്കുന്നതിന് അപ്പുറത്തായിട്ട് ഏതെങ്കിലും രീതിയിൽ ഫംഗ്ഷനലായിട്ട് ചിന്തിക്കുന്ന രീതിയിലേക്ക് അവർ ക്രിയേറ്റിവിറ്റി ആയിട്ടുള്ള ഒരു രീതിയിലേക്ക് അവർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ 10% കൊടുക്കാം. അങ്ങനെ നമുക്ക് 40, 30, 20, 10 എന്നുള്ള രീതിയിലേക്ക് വരുമ്പോഴത്തേക്കും ഓട്ടോമാറ്റിക് ആയിട്ട് 100% മാർക്ക് കിട്ടും. എന്നിട്ട് അതനുസരിച്ച് വേണം നിങ്ങൾ ഒരാളെ നല്ലതാണോ ചീത്തയാണോ എന്നുള്ളത് നിങ്ങൾ റേറ്റിംഗ് കൊടുക്കാനായിട്ട്. എന്നിട്ട് നിങ്ങൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ റേറ്റിംഗ് കൊടുക്കുന്ന ആളായിരിക്കും നമ്മൾ ഫസ്റ്റ് സെക്കൻഡ് ആയിട്ട് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഫസ്റ്റ് സെക്കൻഡും തേർഡും വേണമെങ്കിൽ ഫസ്റ്റ് സെക്കൻഡ് തേർഡും കൊടുക്കുന്ന രീതിയിലേക്ക് കൊടുക്കാം, കുഴപ്പമില്ല. ആ രീതിയിലേക്ക് വേണമെങ്കിൽ കൊടുക്കാം. 1, 2, തേർഡ് 3 പ്രൈസ് നമുക്ക് കൊടുക്കാം. ഓക്കെ, ഫസ്റ്റ് സെക്കൻഡ് തേർഡ് എന്നുള്ള രീതിയിൽ നമുക്ക് കൊടുക്കാം. ഓക്കെ, ആ രീതിയിലേക്ക് നമുക്ക് കൊടുക്കുന്നതിനൊന്നും കുഴപ്പമില്ല. അപ്പൊ ഈ രീതിയിൽ വേണം നിങ്ങൾ ചെയ്യാനായിട്ട്. അപ്പൊ ഒരു ഫ്ലോർ പ്ലാൻ ക്രമീകരിക്കാൻ നേരത്ത് നിങ്ങൾ ചിന്തിക്കേണ്ട രീതി എങ്ങനെയാ? നിങ്ങളൊരു ഫ്ലോർ പ്ലാൻ വരയ്ക്കാൻ നേരത്ത് ചെയ്യാൻ നേരത്ത് ആ ഫ്ലോർ പ്ലാനിലൂടെ നിങ്ങൾ നടക്കണം. ആ ഫ്ലോർ പ്ലാനിലൂടെ നിങ്ങൾ നടക്കാന്ന് പറഞ്ഞാല് നമ്മള് വിജയുടെ ഒരു സിനിമയ്ക്കകത്ത് കണ്ടിട്ടില്ലേ, വിജയ് ഇങ്ങനെ താഴത്തേക്ക് നോക്കുമ്പോഴത്തേക്കും കുറെ പൈപ്പുകൾ ഇങ്ങനെ പോകുന്ന പോലെ കാണുന്നില്ലേ? അതേപോലെ തന്നെ നിങ്ങൾ ആ കണ്ണടച്ചു കഴിഞ്ഞാൽ ആ പ്ലാനിലൂടെ നിങ്ങൾ നടക്കുമ്പോഴത്തേക്ക് നിങ്ങൾ കാണുന്ന വ്യൂ നിങ്ങൾ മനസ്സിൽ കണ്ടിട്ട് എന്നിട്ട് വേണം നിങ്ങൾ പ്ലാനിലേക്ക് നിങ്ങൾ അവിടെ വരുത്താനായിട്ട്. തുടക്കത്തിൽ നിങ്ങൾ ചെയ്യാൻ നേരത്തെ നിങ്ങൾക്ക് ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കും, ഇത് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ ചെയ്ത് നിങ്ങൾക്ക് റെഡിയാവും. അപ്പൊ നിങ്ങൾ ഇവിടെ ചെയ്യാൻ നേരത്തെ നിങ്ങൾ ചെയ്യേണ്ടതിനാ ഇപ്പൊ ഫ്ലോർ പാനുകൾ സബ്മിറ്റ് ചെയ്തിട്ട് ആൾക്കാർ അയക്കുമല്ലോ ഈ വെള്ളിയാഴ്ച ആകുമ്പോഴത്തേക്കും. അപ്പൊ നിങ്ങൾ ഫ്ലോർ പാനുകൾ കാണുമ്പോഴത്തേക്കും നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ഈ രീതിയിൽ ചിന്തിച്ചാൽ മതി. ഫ്ലോർ പാനുകൾ ആ ഒരു ഫ്ലോർ പാനകത്ത് അവരെങ്ങനെയാണ് ഇട്ടതെന്നുള്ളത് ഫർണിച്ചർ ഉൾപ്പെടെ കണ്ടിട്ട് ഇങ്ങനെയാണ് ചെയ്തത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നിങ്ങൾ പാത്വേയിലൂടെ നിങ്ങൾ ചിന്തിച്ചാൽ മതി. അങ്ങനെ നിങ്ങൾ എല്ലാ ആഴ്ചകളിലും അല്ലെങ്കിൽ ഇതേപോലെ നിങ്ങൾ ചിന്തിച്ച് കഴിയുമ്പോഴത്തേക്കും ഓരോ ദർശനത്തിലുള്ള ചിന്തിച്ച് കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് നിങ്ങൾക്ക് അതിലേക്ക് എത്താൻ പറ്റും. ചില നിങ്ങൾക്ക് ഡിസൈൻ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇതേപോലെ ഫ്ലോർ പാനുകൾ വരയ്ക്കുന്ന ആൾക്കാരുടെ നിങ്ങൾ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് ക്ലാരിറ്റിയിലേക്ക് എത്താൻ പറ്റും. ഞാൻ ഈ പറഞ്ഞ പോയിന്റ് ക്ലിയർ ആയോ? ഇത് നിങ്ങൾ പഠിക്കുമ്പോഴത്തേക്കും നിങ്ങൾ ഫസ്റ്റിലെ തന്നെ എല്ലാം ടോപ്പാകും എല്ലാവരും ചെയ്യുന്നല്ല. പക്ഷെ ഇത് ചെയ്ത് പ്രാക്ടീസ് ആക്കി കഴിയുമ്പോൾ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് നിങ്ങൾക്ക് ആ ഒരു ലെവലിലേക്ക് ചിന്തിക്കാനും ആ ഒരു ബെറ്ററിലേക്ക് എത്താൻ പറ്റും. നമ്മൾ പല ആളുകളും ഫ്ലോർ പ്ലാനുകൾ ക്രമീകരിച്ചതിന് ശേഷം ഒത്തിരി തോണം കറക്ഷൻ ചെയ്യുകയും അല്ലെങ്കിൽ ഇടിച്ചു പൊളിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പം ശരിക്കും പറഞ്ഞാൽ ആ പോയിന്റിൽ നിങ്ങൾക്ക് മാറി ചിന്തിക്കണം എന്നുണ്ടെങ്കിൽ ഇപ്പൊ നിങ്ങൾ ഒരു വീട് വെക്കാൻ പോകുന്ന ആളാണെങ്കിലും അല്ലെങ്കിൽ നിങ്ങൾ ഫ്ലോർ പ്ലാൻ ക്രമീകരിക്കുന്ന ആളാണെങ്കിലും നിങ്ങൾ ഈ ഒരു പോയിന്റും കൂടെ നോക്കിയിട്ടാണ് നിങ്ങൾ ഫ്ലോർ പ്ലാൻ ക്രമീകരിക്കുകയും നിങ്ങൾ ഡിസൈൻ ചെയ്യുകയും ചെയ്യുന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ആ ഒരു മാറ്റം ആ ഫ്ലോർ പ്ലാനും ഉണ്ടാവും. ഓക്കെ, ഈ ചലഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് പ്രയോജനം കിട്ടുക? എല്ലാവരും ടൈപ്പ് ചെയ്ത് ഈ ഒരു ചലഞ്ച് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് പ്രയോജനം കിട്ടും? എന്തിനാണ് നിങ്ങൾ ചലഞ്ച് ചെയ്യണം? ഇത്ര നേരം ഞാനല്ലേ പറയുന്നത്, നിങ്ങൾ ടൈപ്പ് ചെയ്യും. ഈ ചലഞ്ച് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെ ബെനിഫിറ്റ് കിട്ടും പറഞ്ഞു? ഇത്ര ഞാൻ പറഞ്ഞതനുസരിച്ച് നിങ്ങൾക്ക് എന്ത് ബെനിഫിറ്റ് കിട്ടും? എല്ലാവർക്കും ടൈപ്പ് ചെയ്യാം. നിങ്ങൾ ഈ ചലഞ്ച് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് ബെനിഫിറ്റ് കിട്ടും? എന്തൊക്കെ ബെനിഫിറ്റ് കിട്ടാൻ സാധ്യതയുണ്ട്? ഒരു ബെനിഫിറ്റും കിട്ടത്തില്ലല്ലേ? എല്ലാവർക്കും ടൈപ്പ് ചെയ്യാം.
ഈ ചലഞ്ച് കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് എന്ത് ബെനിഫിറ്റ് കിട്ടും? എല്ലാവരും ടൈപ്പ് ചെയ്യാം. നന്നായിട്ട് വരയ്ക്കുന്ന ആളുകൾക്ക് നമ്മൾ ഞാൻ പറഞ്ഞല്ലോ ബെസ്റ്റ് അവാർഡും കാര്യങ്ങളും കൊടുക്കുന്നുണ്ടാവും. നമ്മുടെ യൂട്യൂബ് ചാനലിനകത്ത് നിങ്ങൾ ഇന്റർവ്യൂ ചെയ്യുന്നുണ്ടാവും. അപ്പൊ നിങ്ങൾ എന്താണ് എത്ര വർഷമായിട്ട് നിങ്ങൾ ചെയ്യുന്നുണ്ടാവും. ചിലപ്പോൾ ആദ്യമായിട്ട് വരയ്ക്കുന്ന ആളുകൾക്ക് ഒരു കാരണവശാലും ഇതിന് പ്രൈസിലേക്ക് കാര്യങ്ങൾ കിട്ടുമെന്ന് ഞാൻ പറയുന്നില്ല. കാരണം ഓൾറെഡി ഇതുമായിട്ട് എക്സ്പെർട്ട് ആയിട്ടുള്ള ചെയ്യുന്ന ആൾക്കാരും ഫ്ലോർ പ്ലാനുകൾ വരച്ചിട്ടുള്ള വർഷങ്ങളായിട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ശരിക്കും ഫസ്റ്റിലത്തെ കേസുകളിൽ അവരൊക്കെ തന്നെ ആയിരിക്കും ചിലപ്പോൾ ഫസ്റ്റിലേക്ക് വരാൻ പോകുക. അപ്പൊ പക്ഷെ നിങ്ങൾ അവര് എവിടെ ഇപ്പൊ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം വെച്ചാലും ഇപ്പൊ നിങ്ങളെക്കാളും നന്നായിട്ട് ഇവര് 5 പേര് നന്നായിട്ട് പ്ലാൻ വരയ്ക്കുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് അവാർഡ് കിട്ടത്തില്ല, അതുകൊണ്ട് ഞാൻ വരയ്ക്കണ്ട. ഈ 5 പേര് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഇവര് നിങ്ങളെക്കാളും മോശമായിരിക്കും ചിലപ്പം. അവിടെ നിന്നാണ് അവർ വരച്ച് അവരവിടെ എത്തിയത്. അപ്പൊ നിങ്ങൾ ആദ്യമേ തന്നെ അവരുമായിട്ട് കമ്പയർ ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ അവരുടെ 100ാമത്തെ പ്ലാൻ ആയപ്പോഴാണ് അവർ ഇത്ര എത്തിയത്. നിങ്ങളുടെ ആദ്യത്തെ പ്ലാനുമായിട്ട് നിങ്ങൾ അവരുമായിട്ട് കമ്പയർ ചെയ്താൽ നിങ്ങൾക്ക് എങ്ങനെ ഇരിക്കും? നിങ്ങൾ വരയ്ക്കുന്ന ആദ്യത്തെ പ്ലാന് അവരുടെ 100ാമത്തെ പ്ലാനാണ് അവർ വരച്ചത്. അപ്പൊ അവർ 100ാമത്തെ പ്ലാനകത്ത് അവർ പെർഫെക്റ്റ് ആയിട്ടാണ് വരച്ചത്, അവർക്ക് അവാർഡും കിട്ടി. അപ്പൊ നിങ്ങൾ ആലോചിക്കുക, അയ്യോ എനിക്ക് കിട്ടത്തില്ല കാരണം അവർ അത്രയും നല്ല പെർഫെക്റ്റ് ആയിട്ട് വരച്ച. അവർ ചിലപ്പോൾ 100ാമത്തെ പ്ലാൻ വരച്ചപ്പോഴാണ് അവർക്ക് ആ പെർഫെക്ഷനിലേക്ക് വന്നത്. നിങ്ങൾ ഫസ്റ്റിലത്തെ പ്ലാൻ ആയിട്ടുള്ളൂ. അപ്പൊ ഫസ്റ്റ് 100ആയിട്ട് നിങ്ങൾ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും? ഞാൻ പറഞ്ഞ പോയിന്റ് മനസ്സിലാകുന്നുണ്ടോ? ഒരു കാരണവശാലും നിങ്ങൾ ബാക്കിയുള്ളവരുമായിട്ട് നിങ്ങൾ കമ്പയർ ചെയ്യരുത്. നിങ്ങളുടെ നോളജ് അനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതിന്റെ മാക്സിമം നിങ്ങൾ ചെയ്യാം. ഇപ്പൊ നിങ്ങൾ ഈ ഒരു കിഴക്ക് ദർശനമായിട്ടുള്ള ഫ്ലോർ പ്ലാൻ നിങ്ങൾ വരച്ചു കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ കിട്ടി. നിങ്ങൾ വരച്ചതിന്റെ അകത്ത് കുറെ കാര്യങ്ങൾ തെറ്റുകളാണ് നിങ്ങൾക്ക് അത് മനസ്സിലായി. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യും? അടുത്ത വടക്ക് ദർശനമാകുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ആ തെറ്റുകൾ മാറ്റിയിട്ട് നിങ്ങൾക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. അതിപ്പോ പടിഞ്ഞാറിലേക്ക് ആകുമ്പോഴത്തേക്കും നിങ്ങൾക്ക് അതിനേക്കാൾ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. അതിപ്പോ തെക്ക് ദർശനമാകുമ്പോൾ നിങ്ങൾക്ക് അതിലേക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. ഈ രീതിയിൽ നിങ്ങൾക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. എന്നിട്ടാണ് നിങ്ങൾ കിഴക്ക് ദർശനമായിട്ടുള്ള വീട് ഫ്ലോർ പ്ലാൻ വരക്കണമെങ്കിലോ ഇപ്പൊ നിങ്ങൾ വരക്കുന്നതിനേക്കാളും ബെറ്റർ ആയിട്ടുള്ള ഫ്ലോർ പ്ലാൻ ആയിരിക്കില്ലേ പിന്നെ അന്നേരം നിങ്ങൾ വരക്കണത്. ഞാൻ പറഞ്ഞ പോയിന്റ് ക്ലിയർ ആയോ? അപ്പൊ നിങ്ങൾ ഒരു കാരണവശാലും ഏറ്റവും നന്നായിട്ട് വരയ്ക്കുന്ന ആള് നിങ്ങളല്ല എന്ന് ഓർത്ത് നിങ്ങൾ അവരുമായിട്ട് നിങ്ങൾ കമ്പാരിസൺ ചെയ്യരുത് എന്നാണ് ഞാൻ പറഞ്ഞത്. നിങ്ങളുമായിട്ട് വേണം കമ്പാരിസൺ. ബെറ്റർ ഞാനാകാനായിട്ടാണ് ഞാൻ ശ്രമിക്കേണ്ടത്. എന്നെക്കാളും അറിവുള്ള ആൾക്കാർ ഒത്തിരി ആൾക്കാരുണ്ട്. ഞാൻ അവരുമായിട്ട് കമ്പയർ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ എനിക്കൊരു കാരണവശാലും എത്താൻ പറ്റില്ല. ഞാൻ എപ്പോഴും ഇന്നത്തെക്കാലം നാളെ ഞാൻ എത്തുമ്പോഴത്തേക്കും ഞാൻ ഇന്നലത്തെക്കാലം ഞാൻ ഇമ്പ്രൂവ് ആയിട്ടുണ്ടോ ഇനി ഇന്നത്തെക്കാലം ഇമ്പ്രൂവ് ആകുന്നുണ്ടോ ഞാൻ നാളത്തെക്കാലം ഇമ്പ്രൂവ് ആകുന്നുണ്ടോ മറ്റന്നാള്. ആ ഒരു കാര്യം മാത്രം നിങ്ങൾ ചിന്തിച്ചാൽ മതി. ക്ലിയർ ആണോ? ആ രീതിയിൽ വേണം നിങ്ങൾ ഈ ചലഞ്ചിനെ നിങ്ങൾ കാണാനായിട്ട്. അപ്പൊ ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളുടെ സ്കില്ല് ഒത്തിരി ആൾക്കാർ സ്കില്ല് അപ്ഗ്രേഡ് ചെയ്യും. നിങ്ങൾക്ക് കിഴക്ക് ദർശനമായിട്ടുള്ള വീടിന്റെ ഫ്ലോർ പ്ലാനുകൾ ക്രമീകരിക്കാനായിട്ട് യോനിസംഖ്യ കൃത്യമാക്കിയിട്ട് നിങ്ങൾക്ക് ചെയ്യാനും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇടിക്കാൻ പറ്റുക എന്നുള്ളതാണ് അടുത്തെന്ന് വെച്ചാല് ഇപ്പൊ നിങ്ങൾ ചെയ്യുമ്പോഴത്തേക്കും നിങ്ങളുടെ ഫ്ലോർ പ്ലാന് ഞാൻ പറഞ്ഞ ഒരു മൈൽ സ്റ്റോൺ ആകുന്ന രീതിയിൽ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഇപ്പോഴല്ലെങ്കിലും ഭാവിയിലേക്കാണെങ്കിലും നിങ്ങളെ തേടി വർക്കുകളും അട്രാക്ട് ചെയ്യുന്ന രീതിയിലേക്ക് ക്ലയന്റുകളും കാര്യങ്ങളൊക്കെ വരാനായിട്ടുള്ള സാധ്യതയും കാര്യങ്ങളും ഉണ്ട്. ഇപ്പൊ നിങ്ങൾ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അടുത്ത ചലഞ്ചിലേക്ക് പോകുന്നിടത്ത് കുറച്ചും കൂടെ നിങ്ങൾക്ക് ഈസി ആയിട്ട് നിങ്ങൾക്ക് മാറാൻ സാധിക്കും. അതുപോലെ തന്നെ കൃത്യമാക്കി ബാക്കിയുള്ളവർ ഇപ്പൊ നിങ്ങൾ വരച്ച ഫ്ലോർ പ്ലാൻ ഇപ്പൊ നിങ്ങൾ വീട് വെക്കാൻ പോകുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ വരച്ച ഫ്ലോർ പ്ലാന്റെ തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ ബാക്കിയുള്ള ആൾക്കാർ ഓപ്പൺ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അത് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് നിങ്ങൾക്ക് അടുത്തതിലേക്ക് നിങ്ങൾക്ക് പോകാനും സാധിക്കും. ക്ലിയർ? ഇതാണ് നമ്മുടെ ചലഞ്ച്. അപ്പം എങ്ങനെയുണ്ട് നമ്മുടെ ചലഞ്ച്? എത്ര പേര് 100% പാർട്ടിസിപ്പേഷൻ ചെയ്യും ഈ ചലഞ്ചിന്? എത്ര പേര് അടുത്ത വെള്ളിയാഴ്ചത്തേക്ക് 100% ഫ്ലോർ പ്ലാൻ സബ്മിറ്റ് ചെയ്യും? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 100% ടൈപ്പ് ചെയ്യാം. 100% കമ്മിറ്റ്മെന്റോടുകൂടി അടുത്ത വെള്ളിയാഴ്ച ചെയ്യുന്ന ആൾക്കാർ എത്ര പേരുണ്ടെന്ന് ഞാൻ നോക്കട്ടെ. മിസ്റ്റർ അഭിനന്ദ്, മിസ്റ്റർ അഭിനന്ദ്, മിസ്റ്റർ ബാലകൃഷ്ണൻ, മിസ്റ്റർ സാഗർ, സുജ, അഭിനന്ദ് ഈസ് പ്രേം. എത്ര പേരുണ്ടെന്ന് നോക്കട്ടെ. എത്ര പേര് 100% പാർട്ടിസിപ്പേഷൻ? മിസ്റ്റർ രമേഷ്. എല്ലാവരും ടൈപ്പ് ചെയ്യാം. നിങ്ങളുടെ ഭാഗത്ത് ഒരു കമ്മിറ്റ്മെന്റ് ആണ് ഇപ്പോൾ വരേണ്ടത്. ഞാൻ എന്റെ ഭാഗത്തുള്ള കാര്യങ്ങൾ പറഞ്ഞു. ഞാൻ ഉറപ്പ് പറയുന്നു, ഞാൻ ഈ പറയുന്ന പ്രോസസ്സിലൂടെ നിങ്ങൾ ഒരു മാസം നിങ്ങൾ പോയി കഴിഞ്ഞാൽ നിങ്ങൾ ഒരു മാസം കൊണ്ട് നിങ്ങൾ ഇപ്പൊ എന്താണോ അതിനേക്കാളും ബെറ്റർ നിങ്ങളായിട്ട് നിങ്ങൾ മാറും. ഞാൻ ഏറ്റവും ടോപ്പ് ആവുന്നല്ല, ഇപ്പൊ നിങ്ങൾ എന്താണോ അതിനേക്കാളും ബെറ്റർ നിങ്ങളായിട്ട് നിങ്ങൾ മാറാൻ സാധിക്കും ഈ ഒരൊറ്റ മാസം കൊണ്ട്. ഞാൻ ഈ പറഞ്ഞ പോലെ കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാറ്റം ഉണ്ടാകുകയല്ല, മാറ്റം ഉണ്ടാകുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? കാരണം ഉറപ്പായിട്ട് നിങ്ങൾക്ക് മാറ്റം ഉണ്ടാകും. ഞാൻ ഈ പറയുന്ന പോലെ ചെയ്യുക. നിങ്ങളൊരു ഗ്രൂപ്പിലേക്ക് ആയി കഴിയുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് നിങ്ങൾക്ക് ഒത്തിരി ഫ്ലോർ പ്ലാനുകൾ കാണാൻ പറ്റും. ബാക്കിയുള്ളവർ ചിന്തിക്കുന്ന ഫ്ലോർ പ്ലാനുകൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. അയ്യോ കിഴക്ക് ദർശനം എന്നുള്ള ഫ്ലോർ പ്ലാൻ തന്നെ ഞാൻ എന്നോടും പറഞ്ഞു, ഞാനിത് ഓർത്തില്ലല്ലോ ഇങ്ങനെ ഒരു കാര്യം ചെയ്യണ കാര്യം എന്നുള്ളത് അറിയാൻ പറ്റും. ക്ലിയർ ആയോ? അപ്പൊ ആ രീതിയിലേക്ക് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഞാൻ ഈ പറഞ്ഞതിന്റെ അർത്ഥം. ഓക്കെ, ഇനിയിപ്പോ അടുത്തത് ഈ ബ്രോൺസ് മെമ്പർഷിപ്പിൽ ജോയിൻ ചെയ്തിട്ട് കിഴക്ക് ദർശനമായിട്ടുള്ള ഫ്ലോർ പ്ലാൻ വരയ്ക്കുന്നതിന്റെ അകത്ത് വീടിന്റെ ഔട്ടർ അളവ് എടുക്കുന്നത് എങ്ങനെയാണ്, ടേബിളിൽ നിന്ന് നമ്മുടെ ട്രഡീഷണൽ ടേബിളിൽ നിന്ന് അളവുകൾ എടുക്കുന്നത് എങ്ങനെയാണ്, അല്ലെങ്കിൽ മുറികളുടെ സ്ഥാനം എങ്ങനെയാണ്, അല്ലെങ്കിൽ മുറികളുടെ ഉള്ളളവ് എങ്ങനെയാണ് ടേബിളിൽ നിന്ന് എടുക്കുന്നത്, ഈ 3 കാര്യങ്ങൾ സംശയമുള്ള ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഹാൻഡ് റൈസ് ചെയ്യുക. അപ്പൊ അതനുസരിച്ച് അവരുടെ അൺമ്യൂട്ട് ചെയ്യുന്നതായിരിക്കും, നിങ്ങളുടെ ഡൗട്ടുകൾ ക്ലിയർ ചെയ്യുന്നതായിരിക്കും.